എന്താണ് ഒരു നിശബ്ദത? അത് പിന്നെ വലിയ ശബ്ദകോലാഹലങ്ങൾക്ക് മുമ്പ് ഒരു നിശബ്ദത പതിവാണല്ലോ. പിന്നെ ഇന്നലത്തെ പൊറോട്ടയും ബീഫും അത് സിമെന്റ് കൊണ്ടാണോ ഉണ്ടാക്കിയത്? ഭാഗ്യവാൻ. അങ്ങനെ നിന്റെ കാര്യം ഓക്കെ ആയി. അതല്ലടാ, എന്റെ വാച്ച് ഊരി വീണതാ, പുതിയ ടൈറ്റാന്റെ വാച്ച്. ഓ, നിനക്ക് വാച്ചെങ്കിലും പോയി, ഇവിടെ ഒന്നും പോയിട്ടില്ല. ഈ ചുമരിൽ മുഴുവൻ ഡയലോഗുകളാണല്ലോ, ഒപ്പം കുറെ ചിത്രങ്ങളും. ആ ഉവ്വ് കണ്ടു. മൊത്തം ന്യൂ ജനറേഷൻ ഡയലോഗ്സാ. നമ്മുടെ പടത്തിനെ പറ്റി വല്ല ഡയലോഗ് ഉണ്ടെങ്കിൽ കണ്ടുവച്ചോ. സഹോദര, ഒന്ന് വേഗം നോക്ക്. നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടാ. ഒന്ന് തുറക്കടോ വാതില്. പണ്ടാരടങ്ങാനായി പോയല്ലോ. അത്യാവശ്യക്കാരൻ പോയാ? മനുഷ്യർ തൂറാൻ മുട്ടി നിൽക്കുമ്പോഴാ തന്റെ ഒക്കെ ഒരു ഡിസ്കഷൻ. മാറിക്കടോ അങ്ങോട്ട്. അത് നമ്മുടെ അവാർഡ് സംവിധായകൻ ചന്ദ്രൻ കുത്രോച്ചിയല്ലേ? ഇയാളിതെന്താ ഈ കാണിക്കുന്നത്? അതാണ് ഫെസ്റ്റിവൽ കുളി. ഇത് ഫെസ്റ്റിവൽ കുളിയാ? അങ്ങനെയും പറയാം. പുള്ളിക്കാരൻ ഹാപ്പിയായി. എടാ, നീ അത് കണ്ടോ? നിന്റെ വാച്ച്. എന്റെ വാച്ച് ഇയാളത് കക്കൂസിന്ന് എടുത്താ? പോയി പിടിക്കടാ. അയ്യേ, വേണ്ട നമുക്ക് പുതിയ വാങ്ങിക്കാം. നമ്മൾ എന്റെ കണ്ട് പടം പിടിക്കണം മോനെ, നമുക്ക് വഴി പഠിക്കണം മോനെ, പടം പിടിക്കണം മോൻ, പഠിക്കണം പിടിക്കണം സൂപ്പർ സ്റ്റാറിന്റെ जल्दी जल्दी क्या सुनने जा रहे थे वो? ചമ്പക്ക് നെറ്റിക്ക കുപ്പിട്ട് നെറ്റിക്കൊണ്ടിച്ചിട്ട് മുട്ടും വെക്കന്റെ കണ്ണെത്ത ഞങ്ങൾ പണം കണ്ടിട്ട് പോയ മതി. നാട്ടില് യക്ഷണി പറയും പെണ്ണുങ്ങളെ കെട്ടി പറ്റി തിക്കല്ലേ തിരക്കല്ലേ ചേട്ടാ, നമ്മള് തെക്കോട്ട് വന്നവരല്ലേ. ഓടക്കല്ലേ ഓടിക്കല്ലേ ചേട്ടാ, നമ്മള് വടക്കത്ത് വന്നവരാണ്. എന്ത്? അയ്യോ, എന്റെ പേഴ്സ്.
എന്താടോ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ? ഇല്ല സർ, ഞങ്ങൾ ബാച്ചിലേഴ്സ് ആണ്. ഇതെന്താ? ഇത് ഫെസ്റ്റിവലിന്റെ പാസ്സാണ് സർ. ഞങ്ങൾ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ പ്രതിനിധികളാണ്. ശംഖുമോൻ കടപ്പുറത്താണോടാ നിന്റെയൊക്കെ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ? അല്ല സർ, ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഉരുണ്ടിലേക്ക് സത്യം പറയടാ. അങ്ങനെയല്ല. ഞങ്ങൾ നാളത്തെ സിനിമാക്കാരാണ് സർ. ഓഹോ, എങ്കിൽ ഞാൻ ഇന്നത്തെ എസ് ഐ ആ. സാറേ എന്നാ പിന്നെ ഞാനങ്ങോട്ട്. എങ്ങോട്ട്? ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ് സാർ. അത് പിന്നെ സഫാരി അപ്പാർട്ട്മെന്റിൽ ഞാൻ അവിടുത്തെ വാച്ച്മാനാണ്. നാടൻ കളിക്കുന്ന പട്ടി. പറയടാ, നീ പാലനോട്ട് ഷിബു അല്ലേ? ഷിബു? ഏത് ഷിബു? ഏയ് ഞാനൊന്നുമല്ല, അവനൊരു കള്ളനല്ലേ. ഞാനൊരു പാവമാണ് സാർ. പറ. അപ്പൊ പിന്നെ നീ ആരാ? ഷിബു പാലാരിവട്ടം. എന്താണ് നിന്റെ ജോലി? അല്ലറ ചില്ലറ മോഷണം, അത്രേ ഉള്ളൂ സാർ. തിരുവനന്തപുരത്ത് എപ്പോ വന്നടാ? കാലത്ത്. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. എങ്ങോട്ട്? അങ്ങോട്ട് പോയിക്കോട്ടെ. ഓരോരുത്തന്മാർ സിനിമ ഉണ്ടാക്കാൻ അറിയില്ല. ട്രോഫി സർട്ടിഫിക്കറ്റും നീയാണ് അവനെ വഷളാക്കിയത്. എടീ, ഇതിന്റെ അകത്തിൽ ഞാൻ കത്തിക്കല്ലാത്തിനെ ഒന്നാണ് ഞാൻ മാറാ പറഞ്ഞത്. നിങ്ങൾ എന്താ മനുഷ്യ കാണിക്കുന്നത്? നിങ്ങൾക്ക് ഭ്രാന്താ? അതേ എനിക്ക് ഭ്രാന്താണ്. പങ്കായം കൊടുക്കേണ്ട കയ്യിൽ പുസ്തകം കൊടുത്ത തലതെറിച്ചവനെ പള്ളിക്കൂടത്തിലേക്ക് വിട്ടപ്പോ ഈ തുറക്കാര് മുഴുവനും പറഞ്ഞ് എസ്തപ്പാനെന്ന് ഞാൻ വകവച്ചില്ല. അവനിങ്ങോട്ട് വരട്ടെ, അവന്റെ ഒരു കഥ എഴുത്ത് ഇന്ന് ഞാൻ തീർക്കും. എസ്തപ്പാനെ ഓനെഴുതട്ടെ. MTയോ ലോഹിദാസനോ ആയാൽ ഉറക്കാർക്കൊരു ബലയല്ലേടാ. അതേ താൻ പോയി ഒരെണ്ണത്തിന് ഉണ്ടാക്ക്. MTയും കോകിലാസും എടാ കണ്ട ബംഗാളികളും ബീഹാറികളുമാണ് കടലിൽ പോയി പണം പാരണത്. ആ രാഘവന്റെ മോന്റെ കൂടെ അവൻ തെണ്ടിത്തിരിഞ്ഞ് ഇളക്കാണ്. അവരൊക്കെ ആരാ? അവനവന്റെ നിലം മറക്കരുത്, അറിയാവാ? അവനൊക്കെ എന്തറിയാ? ആശകളൊക്കെ എനിക്കുണ്ടായിരുന്നു. അതൊക്കെ മാറ്റി മോനെ, നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട. അപ്പം കരികേറി നിൽക്കാം. ജീവിച്ചു പോണത്. വരട്ടെ. ആന്റണി, നിന്നോടല്ലേ പറഞ്ഞത്? എങ്ങോട്ടെങ്കിലും പോ. പോരാ. മോനെ, അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന ചോറിൽ നിന്ന് നീ സിനിമാക്കാരനാവണ്ട. മര്യാദക്ക് കടലിൽ പോയി പണിയെടുത്തില്ലെങ്കിൽ നിന്റെ രണ്ട് കാലും തല്ലുപിടിച്ചാൽ മൂലക്കിടും. എന്താണ് മിണ്ടാത്തത്? അവനും ചെയ്യരുത് മോനെ. വേണ്ടാതിനെ മുഴുവൻ കാട്ടിക്കൂട്ടെ കൂട്ടി നിന്നിട്ട് ഇപ്പൊ കൊണവധികാരം പറയണ വേണ്ടത്. എനിക്കിപ്പോ ഒരു കാര്യം അറിയണം. നിനക്ക് വേണ്ടത് ഉണ്ടാക്കിയ തന്തയാണോ അതോ ഈ പിഴച്ച കൂട്ടുകാരനെയാണോ എന്ന്? വാടാ പോവാം. പറയടാ, പറഞ്ഞിട്ട് പോയാ മതി. ഇല്ലെങ്കിൽ രണ്ടിനും ഞാൻ വിടില്ല. എനിക്ക് എന്റെ കൂട്ടുകാരൻ മതി. അപ്പനൊരിക്കലും അങ്ങനെ ആവാൻ പറ്റാത്തോണ്ടാ. വാടാ. എന്നാലും എന്റെ എസ്തപ്പാനെ, ചെറുക്കൻ കഷ്ടപ്പെട്ട് പഠിച്ചതാണെന്നെങ്കിലും ഒന്ന് ആലോചിച്ചൂടായിരുന്നോ? കഷ്ടപ്പെട്ട് പഠിക്കുന്നതിനേക്കാൾ പാടാടോ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നത്. അത് ആർക്കും മനസ്സിലാവില്ല, ആർക്കും. ഞാൻ രാഘവേട്ടൻ ഒന്ന് കണ്ടിട്ട് വരാം. ശരി. ഓ, ശശാങ്ക, എന്താ അമ്മയ്ക്ക് വാഴ പോവാണോ? അല്ലടാ, നിന്റെ ഭാര്യയുടെ പ്രസവം എടുക്കാൻ വരുന്നോ നീ? ഇന്റെ സാറേ, മൂപ്പര് കുറച്ച് ഉള്ളിയും തക്കാളിയും പച്ചമുളകും കുരുമുളകും ഒക്കെ ഇട്ട്
വെളിച്ചെണ്ണയിൽ മാറ്റി വറ്റിച്ചെടുത്താൽ ഇവൻ സൂപ്പർ സ്റ്റാറാ. വില കുറച്ച് അധികമാണല്ലോ തങ്ങളെ. ഓ സൂപ്പർ സ്റ്റാർ ആകുമ്പോ പിന്നെ അതിന് വില കൊടുക്കണ്ടേ? 200 റുപ്യ ആണെങ്കിൽ ഡിക്കിലേക്ക് ഇട്. ഇതൊരു നടക്ക് പോവൂല. ആ വണ്ടി കണ്ണൂടെ എനിക്ക് എന്റെ ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാ. ആളെ വണ്ടി ഇടിച്ച് കുത്തി കൊന്നിട്ടാ കാര്യം പറയല്. അല്ല നമ്മള് മീനെവിടെ? അയാളിപ്പോ വീട്ടിലെത്തി കാണും. ഓൻ എസ്കേപ്പ് ആയോ? 300 റുപ്യ എന്നെ കൊണ്ട് പോയത് കേട്ടോ. ആ എന്ത് കാര്യം എന്റെ അമ്മക്ക് വിലണ്ട. അതാണ് എത്ര ഭേദമായിരുന്നു. ഇത് അതിലും വലിയ കാര്യമാണെന്ന്. എന്താ വന്നേ കിസ് ചെയ്യാൻ പോ. ഈ ഫേസിലെ നേരോ എടുക്കണ കാറ്. അല്ല മറ്റേ സൈക്കിൾ. കേറട്ടോ. ഇല്ലായിരുന്നോ? ഇല്ല. ഒന്ന് തള്ളി വിട്ടിട്ട് കേറാൻ വരായിരുന്നു. നിൽക്കാം. അവരെന്തായാലും പൊളിക്കാൻ തീരുമാനിച്ചല്ലേ. എന്നാലും വിലയുടെ കാര്യത്തിൽ രാഘവേട്ടൻ ഒന്നുകൂടി അടുക്കണം. ആ വരട്ടെ, സംസാരിക്കുമ്പോൾ നമുക്ക് ആലോചിക്കാം. ആ പിന്നെ ഒരു കാര്യം, പണ്ട് ഇവിടെ ഒരാൾ തൂങ്ങിച്ചെത്താണെന്ന കാര്യം മറച്ചു വെച്ചിട്ടാ ഈ കളി കളിക്കുന്നേ. കമ്മീഷൻ കൂട്ടിത്തരണം. ആദ്യം വിലയുടെ കാര്യത്തിൽ തീരുമാനമാവട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്താ വേണ്ടതെന്ന്. ആട്ടെ. ക്ലോസ് ചെയ്തു. ഇല്ല ചെന്തുറക്ക്. ആ വാ വാ വാ. മുമ്പീന്ന് മാറ്. അതോടൊന്നോ പോര്. തിയേറ്റർ 5-6 വർഷമായുള്ളൂ പൂട്ടിയിട്ട്. അതുവരെ റിലീസ് പടങ്ങൾ ഉണ്ടായിരുന്നു. റഹ്മാൻ എന്താ പ്ലാൻ? ബില്ലയോ അതോ? അങ്ങനെ പ്രത്യേകിച്ചൊന്നും തീരുമാനിച്ചിട്ടില്ല. ഏതായാലും ആ തിയേറ്റർ പൊളിക്കേണ്ടി വരും. ഫ്ലാറ്റ് ഒക്കെ കെട്ടാൻ നല്ല സ്ഥലം. തൽക്കാലം ഒരു ഇൻവെസ്റ്റ്മെന്റ് അത്രേ ചിന്തിച്ചിട്ടുള്ളൂ. എന്നാ പിന്നെ വൈകണ്ട, രാഘുകാലത്തിന് മുമ്പ് അഡ്വാൻസ് അങ്ങ് കൊടുക്കാം. ഇതിലൊക്കെ വിശ്വാസമുള്ള ആളാ രാഘവേട്ടൻ. അതിനെന്താ? മനു എന്താടാ? ഞാൻ വന്നാ നിന്റെ അച്ഛനെ ഇഷ്ടാവൂ? നീ വാടാ. എന്നാ പിന്നെ ആ എന്തായാലും സമയത്തിന് എത്തിയല്ലോ. എന്റെ മകനാ മനു. ഇവന്റെ പേരിലാ തിയേറ്റർ. മോനെ, ഈശ്വരനെ മനസ്സിൽ വിചാരിച്ച് ഈ പണം അങ്ങ് വാങ്ങിക്കും. എന്താ? ആ നമ്മുടെ തിയേറ്റർ വിൽക്കാൻ തീരുമാനിച്ചു. അതിന്റെ അഡ്വാൻസ് ആയത്. അച്ഛാ അത് കൊടുക്കരുത് ഞാൻ പറഞ്ഞല്ലേ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ പറയുന്നത് നീ അനുസരിച്ചാ മതി. അതുകൊണ്ട് വാങ്ങിച്ചേ. പറ്റില്ല. മനു, അച്ഛൻ പറയണ കേക്ക്. സർ, ആ തിയേറ്റർ വീണ്ടും തുറന്ന് പ്രവർത്തിക്കണമെന്നാ എന്റെ ആഗ്രഹം. ഇനിയും അവിടെ കാശ് മുടക്കി നന്നാക്കിയിട്ട് അവിടെ സിനിമ കളിച്ച വീണ്ടും കടക്കാരനാകാൻ എന്നെ കൊണ്ട് വയ്യ. ലാഭം കിട്ടുന്ന എന്തിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക. അതാണ് എന്റെ തീരുമാനം. ഏതായാലും നിങ്ങൾ അച്ഛനും വേണ്ടി ഒരു തീരുമാനത്തിലെത്ത്. എന്നിട്ട് എന്നെ വിളിച്ചാൽ മതി. പറ്റില്ല സർ, ഞാൻ ഒപ്പുവെച്ചിട്ട് ആ മുതൽ സാറ് വാങ്ങില്ല. അതൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പോ എന്തെങ്കിലും ഈ തീരുമാനത്തിനൊരു മാറ്റം വരികയാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം. വാങ്ങടോ. ശരി എന്നാ, ഓക്കെ. വിളിച്ചു വരുത്തി അപമാനിച്ചത് ശരിയായില്ല രാഘവേട്ട. ഛേ, സാറ് വിഷമിക്കണ്ട, ഇതിനേക്കാൾ നല്ല സ്ഥലം ഞാൻ വാങ്ങിത്തരാം. എല്ലാം നശിപ്പിച്ചപ്പോ സമാധാനമായല്ലോ. നിങ്ങൾ എന്താ പറയണേ? പിന്നെ എന്താ പറയേണ്ടത്? ഇവ സംവിധായകനായി ആ പടം അവിടെ ഓടിക്കാനാണ് പരിപാടിയെങ്കിലും നടക്കില്ല. ഞാനത് പൊളിച്ചു വിറ്റാലും ശരി, നിന്റെ വാശി നടക്കില്ല. അച്ഛനും കൂട്ടുകാരും കൂടി മുമ്പ് തിയേറ്റർ തുടങ്ങുമ്പോ നിങ്ങളുടെ അച്ഛനമ്മ എതിർത്തിട്ടും നിങ്ങൾ നിങ്ങളുടെ വാശി കളഞ്ഞോ? ഇല്ലല്ലോ. അന്ന് ഞാൻ നടന്നത് എന്നേക്കാൾ സാമ്പത്തിക ശേഷി കൂടിയൊരുമായിട്ടാ, അല്ലാതെ ഇതുപോലുള്ള ദരിദ്രവാസികളുമായിട്ടല്ല. അവനെ പറയൊന്നും വേണ്ട. എടാ, മീൻകാരൻ എസ്തപ്പാന്റെ മകന് നഷ്ടപ്പെടാൻ എന്ത് ഉണ്ടാക്കാ ഉള്ളത്? മറ്റുള്ളവരുടെ ചിലവ് സിനിമ കണ്ടാലും ലാഭം, സിനിമ പിടിച്ചാലും ലാഭം. വീട്ടിൽ വരുന്നവരെ അപമാനിക്കരുത്. ചേടാ, അതിന് ഞാൻ ഇവനെ ക്ഷണിച്ചോ? നീ എന്നിവനെ കളയുന്നോ അന്ന് നീ ഗതി പിടിക്കൂ. ഇവനെ ഉപേക്ഷിക്കാനോ തിയേറ്റർ വിൽക്കാനോ എന്നെ നിർബന്ധിക്കരുത്. എന്നാ എന്റെ മോനെ ആ തീരുമാനം മാറ്റിയിട്ട് ഈ പടി ചവിട്ടിയാ മതി. അയ്യോ മനു, അച്ഛൻ പറഞ്ഞത് കേക്കണം മോനെ. ഇല്ലമ്മ, അച്ഛൻ പറഞ്ഞൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതെനിക്ക് പറ്റില്ല. എന്നെ വേണ്ടാത്തോടത്ത് ഞാൻ ഏതായാലും നിൽക്കില്ല. മനു പോട്ടടി, പട്ടിണി കിടക്കുമ്പോ തന്നെ വരും. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുള്ളൂ. ഞാൻ ആ തിയേറ്ററിൽ തന്നെ ഉണ്ടാവും. അത് നടക്കില്ല. നടക്കും. തിയേറ്റർ എന്റെ പേരിലാണെങ്കിൽ അതിന്റെ ഓണറും അവിടെ തന്നെ താമസിക്കും. ആന്റണി വാടാ. ആരുമില്ലേ? ഉണ്ടെന്ന്.
ഇതെന്താ ഹോം തിയേറ്ററോ? ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലടാ. ആരാ? താനാരാ? ഞാൻ ആന്റണി. ഇതാരാണെന്ന് മനസ്സിലായോ? ഇതാണ് ഹംസക്കോയ തങ്ങൾ. ഈ നാട്ടിലുള്ളവരെല്ലാം പേടി കലർന്ന ബഹുമാനത്തോടെ തങ്ങൾ തങ്ങൾ എന്ന് വിളിക്കും. അകത്തോളിച്ചിരിക്കുന്ന ഭൂർശാസിയോട് മര്യാദയ്ക്ക് ഇറങ്ങി വരാൻ പറ. മനസ്സിലായില്ല. അത് ഞാൻ ഓന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം. ഹംസക്കോയനോടാണ് ഓന്റെ കളി. അവന്റെ ഒരു കട്ടില്. ഓൻ അമേരിക്കാണ്, നമ്മൾ ലാറ്റിൻ അമേരിക്കാണ്. അത് ഗ്യാസാ. അത് മനസ്സിലായി. പോയി വിളിയാടോ. തങ്ങളോ? അല്ല മൊയിലേന്. തങ്ങളെ ഇനി ഞങ്ങളുടെ കൂടെ കൂടിക്കോ. എന്തിന്? നമ്മുടെ വെപ്പും കൂടിയൊക്കെ ഇനി ഇവിടെയാ. അതായിരുന്നു പ്ലാൻ. ഞങ്ങൾ എപ്പോഴാ റെഡി അല്ലേ? ഇതെന്തിനാ ഇപ്പൊ അടി? 5 കൊല്ലായിട്ട് ശമ്പളം വല്ലതും കിട്ടിയിട്ടുണ്ടോ എനിക്ക്? ഇല്ല. പിന്നെ ബോണസോ അലവൻസോ വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്താണ് എനിക്ക് ഈ വകുപ്പ് കിട്ടിയത്? അത് ഇക്കാടെ വക കുറെ തല്ല് കിട്ടി. വിഷുവിനടുത്തും ഓണത്തിനടുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദയാ പൈസ അച്ഛനും മോനും തന്നീനോ? ഇല്ല. ആ ലോകത്ത് എവിടെയെങ്കിലും ഫിലിം ഓപ്പറേറ്റർമാർ ചൂണ്ടിടാൻ പോയതായിട്ട് കേട്ടിട്ടുണ്ടോ? അതും ഇല്ല. ജല യൂണിയൻകാർ നമ്മളോട് ഉറപ്പിച്ച് പറഞ്ഞതല്ലേ നമ്മളെ കുടിശ്ശിക തീർക്കാതെ മുതലാളിമാർ ഈ പടി ചവിട്ടിക്കരുതെന്ന്? അതപ്പോ അതുണ്ട്. പറഞ്ഞിട്ടുണ്ട്. ആ വൃത്തികെട്ട മുതലാളിമാരുടെ സ്വഭാവം കാണിച്ചാൽ കത്തിച്ച് കളിയാം. എന്താ? അല്ല, സ്വന്തം അച്ഛൻ വീട്ടിൽ നിന്ന് പുറത്താക്കിയാൽ വാശിയുള്ള ഏതൊരാണിനും കുറച്ച് വിഷമം കാണും. വിഷമം കാണും. നമ്മളൊന്നും മനസ്സിലാക്കണം. ഇത് മനുവിന്റെ തിയേറ്റർ, മനുവിന്റെ ഇഷ്ടം. പിന്നെ നമുക്കെന്താ നഷ്ടം? ശശാങ്ക, ഏത് യൂണിയൻ എടുത്താലും ഓൻ ഇവിടെ നിൽക്കും. ഈ മര്യാദയ്ക്ക് സാധനങ്ങളൊക്കെ ഒതുക്കിച്ചാലും. എന്തോന്ന്? മര്യാദയ്ക്ക് സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കാൻ. മനസ്സിലായില്ലേ പറഞ്ഞേ? ഞാനും ശശാങ്കനും ഇങ്ങോട്ട് താമസം മാറ്റാം. അതെ, യൂണിയൻകാരിടയിൽ പിടിച്ചിക്കാൻ ഇതേ മാർഗമുള്ളൂ. അപ്പൊ ഓക്കെ ശശാങ്ക, ഞാൻ എല്ലാം പറഞ്ഞ് കൈകാര്യമാക്കിയിട്ടുണ്ട്. നീ പോയിട്ട് വേഗം തുണിക്കുപ്പ എടുത്തോണ്ട് വാ. ഞാൻ പോവില്ല. അതെന്താ? എനിക്കിതല്ലേ ഉള്ളൂ. പാവം. എന്നാ വാ. മനു, ഈ തറകള് ചൊറയാവൂടാ. തൽക്കാലം ഇവിടെ നിൽക്കട്ടെ, എന്തെങ്കിലൊക്കെ ആവശ്യം വരും. എന്നാലും എന്റെ എസ്തപ്പാൻ ചേട്ടാ സ്വന്തം മോനല്ലേ? സ്വന്തം മോനായിരുന്നു, പക്ഷേ എത്തപ്പാനിപ്പോ ഒരു മോളേ ഉള്ളൂ. കാണാനായിട്ട് ഒന്നുകൂടി എസ്തപ്പാനെ നോവറ കണ്ണനേട്ട കൊടുക്ക്. മക്കള് വീട് വിട്ടു പോയതിന്റെ സങ്കടാ. എസ്തപ്പാനേട്ട കുടിക്കട്ടെ. പിന്നെ ചങ്കടം സന്തോഷം കൊണ്ടാണ് കുടി. അപ്പനെ കേക്കാത്ത മക്കള് പടിക്ക് പുറത്താ. എന്റെ ഉമ്മറം ചവിട്ടിയാ ഞാൻ അവന്റെ നെഞ്ചു പൊളിക്കും. പിള്ളാരം കാണിക്കൽ നന്നായ പണി പാടും എസ്തപ്പാനെ. പിന്നെ പറഞ്ഞൊക്കെ തടഞ്ഞിക്കേണ്ടി വരും. കാണാരേട്ടാ, ചെമ്മീൻ തുള്ളിയാ ചട്ടിയോളം, പിന്നെയും തുള്ളിയാലേ ആ എരണം കെട്ട കൂട്ടാണ് അവനെ നശിപ്പിച്ചത്. രണ്ടും കൂടി ആ ശവപ്പറമ്പുള്ള തിയേറ്ററിലാണ് കിടപ്പ്. ഗതി മുട്ടുമ്പോ അപ്പന്റെ കാലേ തന്നെ വീഴും. ദേ ഈ കാലയില് നിങ്ങൾ കണ്ടോ? അല്ല എസ്തപ്പാനെ, ആ പിള്ളേർ രാത്രി എന്തെങ്കിലും കഴിച്ചോ? ഓ, നിനക്കൊന്ന് വെറുതാണോ? എടാ, ഇന്ന് ഈ കാണുന്ന മഹാന്മാരായ സിനിമാക്കാരൊക്കെ ഇതുപോലെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളവരാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓസ്കാർ കിട്ടണം. ഏത് കാലം പുറത്താക്കി നമ്മളെ പറയുന്നത്? നീ കഴിക്കടാ. അതല്ലടാ, അമ്മച്ചി സാറേന്ന് ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. നമ്മള് പോന്നപ്പോ നമ്മളെ പറയാലും 4 ദിവസം ഒന്നും വെച്ചിട്ടില്ല. അവര് പട്ടിണി കിടന്നോ? ഓല് റഹ്മത്ത് ഹോട്ടലിൽ ബീഫ് ബിരിയാണി പാർസൽ വരുത്തിച്ചിട്ട് അടിച്ചു പൊളിച്ച് ആഘോഷിച്ചാൽ. അല്ല, ഇക്കാര്യം എന്തിനാ അവര് പുറത്താക്കിയത്? അത് പിന്നെ ഈ പഹയന്മാരെ പോലെ നമ്മക്കും ഇന്റർനാഷണൽ വാശിയല്ലേനോ? അതെന്തിനു? സിനിമ പിടിക്കാനോ? അതിന്റെ പട്ടി പിടിക്കും. പിന്നെ ഇത് വേറെ ടെസ്റ്റാ. നമ്മൾ അമ്മായിന്റെ ഐക്യലെടുത്ത് ഞാൻ വിറ്റ് അത് തിരിച്ചു വാങ്ങണമെന്ന് പാപ്പ വാങ്ങൂലാതെ നമ്മളും. ക്ലൈമാക്സിൽ ആരാ ജയിച്ചേ? ഞാൻ തന്നെ. ഒന്ന് നിർത്തണ്ടോ? ഞാൻ മീൻ വിറ്റ പൈസ കൊണ്ടാണ് ഇന്നത്തെ അത്തായം. നമ്മളത് തിന്ന നമുക്കൊന്നും പറയാൻ പാടില്ല. നിർത്തി. രണ്ടും കൂടി ബേജാറാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു കോമഡി പറഞ്ഞാ അത് പതിനേക്കാളും വലിയ ട്രാജഡി ആയോ?
എനിക്ക് വേണ്ടി നീ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടായിരുന്നു. അവരെത്രമാത്രം വേദനിക്കുന്നുണ്ടാവും നിനക്കറിയോ? അത് തന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത്. എനിക്ക് വേണ്ടി നീയും ഇറങ്ങരുതായിരുന്നു. എടാ, നാട്ടിൽ ആര് നമ്മളോട് പിണങ്ങിയാലും നമുക്ക് ദേഷ്യം തോന്നും. വീട്ടുകാരാകുമ്പോ നമുക്ക് വാശിയാണ് വരിക. നമ്മൾ ജയിച്ചു കാണിക്കണം. പിന്നെ ഒരു കാര്യം, പണ്ടൊരാൾ കെട്ടി തൂങ്ങി മയ്യത്തായ സ്ഥലമാണിത്. കളിച്ച് കളിച്ച് രണ്ടും കൂടെ വീണ്ടും മയ്യത്താൾ നിൽക്കണ്ട. മനുഷ്യനെ പേടിപ്പിക്കണമെന്ന് പോകുന്നുണ്ടോ? നശിപ്പിച്ചു. എന്തോന്ന്? എന്റെ തക്കാളി എവിടെ നശിപ്പിച്ചില്ലേ? ആര് പറഞ്ഞു ഞാൻ വരുന്ന വഴിയിലൊക്കെ തക്കാളി ഇടാൻ? അന്നക്കുട്ടി, വെറുതെ എൻഡോസൾഫാൻ വയറ്റിലാക്കണ്ട. എന്താ വേണ്ട ചവൻ പറ. 1 കിലോ എൻഡോസൾഫാൻ. എന്താ കളിയാക്കുക? ആ അന്ന എന്താ ഇവിടെ? അതോ 22 കാരറ്റ് സ്വർണം വാങ്ങാൻ. അല്ല, ഈ കപ്പിൾസ് പത്തി. കപ്പിൾസോ? നിങ്ങൾ തിരുവനന്തപുരത്ത് പോയിരുന്നോ? രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു എന്നൊക്കെ പറയുന്ന കേട്ടു. അല്ല, എന്നാണ് നല്ല റിസപ്ഷൻ? നീ ഇവിടുന്ന് നാറ്റിക്കാതെ പോകുന്നുണ്ടോ? ഇതെന്താ രണ്ടാളും സഞ്ചിയൊക്കെ ആയിട്ട്? സുധാരേട്ടാ, ഭക്ഷണത്തിന്റെ ആവശ്യങ്ങൾക്കായി ചില പച്ചക്കറികൾ തന്നൊന്ന് സഹായിക്കണം. സഹായിക്കണമെന്ന് പറഞ്ഞ അതായത് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ എന്താണെന്ന് വെച്ചാൽ അത് തന്നാ മതി. മതി. സുധാകരേട്ടോ, ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന വല്ല കുമ്പളങ്ങിട്ടൊന്ന് എടുക്കാൻ. ഉണ്ടടി പടവലങ്ങ. നീ പൊടി. ഇനി ഇതിനു വേണ്ടി തല്ലുകൂടണ്ട. ആ സഞ്ചി തന്നെ. ഓ ദാ. ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? താങ്ക് യു സുധാരേട്ടാ. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. കാശെടുക്ക്. തരും. ഈ അഡ്വാൻസ് ഒക്കെ ഒന്ന് കിട്ടിക്കോട്ടെ. എന്തോന്ന് മക്കള് സഞ്ചി ഇവിടെ വെച്ചിട്ട് വേഗം വിടാൻ നോക്ക്. സുധാകരേട്ടാ, ഇപ്രാവശ്യം എന്റെ കാർഡിൽ കൊടുത്തേക്ക്. പിള്ളേരല്ലേ, സിനിമയിലെങ്ങാനും കയറി ഹിറ്റായല്ലോ. ശരി, ഇവള് പറഞ്ഞോണ്ട് തൽക്കാലം തരാം. ആന്റണി, വാടാ, നമുക്കിനി അടുത്തത് അരിക്കടയിലേക്കൊന്ന് പോവാം. വാ. രാഘവേട്ടന്റെ മകൻ ഈ ചെക്കൻ്റെ കൂടെ നടന്ന് വേണ്ടി കുത്തുവാള എടുക്കും. ഇയാളെ തൽക്കാലം 1/2 കിലോ സവാള എടുത്താ മതി. നിനക്ക് അവളോടൊരു ഇത് ഉള്ളോണ്ടാണ് ഞാൻ അവളുടെ മുഖത്ത് നോക്കി അത് പറയാത്ത. ഏട്ടാ, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പറഞ്ഞാനെ. എന്ത്? അത് ന്യൂ ജനറേഷൻ ഡയലോഗുകൾ മാക്സിമം ഒഴിവാക്കുക. എന്നിട്ട് കുടുംബത്തെ കയറ്റാൻ പറ്റുന്ന വാക്കുകൾ മാത്രം ഉപയോഗിക്കുക. മനസ്സിലായോ? തട്ടിയിട നീ കണ്ടോ ശരിക്ക്? പിന്നെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടല്ലേ. ഇവിടെ കൊണ്ടുണ്ടായിരുന്നല്ലോ. ആട്ടിലെ മോൻ ഹിമാറെ ഇന്റെ മീൻകൊട്ട തട്ടി തോട്ടിലിട്ട് അന്നെ കൊന്ന് മട്ടൻ ചാപ്സ് ആക്കിയിട്ടില്ലെങ്കിൽ ആംസക്കോയന്റെ പേര് എന്റെ പട്ടി കിട്ടോ. ഇവിടെ നിന്ന് വെല്ലുവിളിച്ച പോരെ, അടുത്തേക്ക് പോകേണ്ട കാര്യമുണ്ടോ? ഒറ്റ കൊമ്പൻ. ഒരു കൊമ്പുള്ള ആനനെ വരച്ച വരയാൽ നിർത്തിയവനാണ് അംസക്കോയ. ഇന്നലെ ചീളാട് ഇന്നോടാണ് അംകിന്റെ കളി. കുട്ടിയേട്ടനും സ്പെഷ്യലായിട്ട് പാട്ട് കേൾപ്പിക്കാം. അമ്പാടി തിയേറ്റർ തുറന്നാ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും. എന്നാൽ അത് തുറന്നു. ആന്റണിയെ കണ്ടോ നീ? പിന്നെ ഭാര്യയും ഭർത്താവും കൂടെ വന്നിരുന്നു അങ്ങാടിയില് പർച്ചേസിങ്ങിനെ. നീ എന്തൊക്കെയായി പറയുന്നേ? തിയേറ്ററിൽ ഇപ്പൊ അവനും മറ്റവനും കൂടെ കുടുംബം നടത്തുക. കാശുള്ള വീട്ടിലെ ചെക്കന്മാര് കളിക്കാനിട്ടേ നമ്മള് തുള്ളിയ അവിടെ കിടക്കും. ആ മനുവിന്റെ കൂടെ ആന്റണി, അവന്റെ ഒരു ഡയലോഗും തിരക്കഥയൊക്കെ അങ്ങാടിയിൽ വെച്ചിട്ട് ഞാൻ നന്നായി കൊടുത്തിട്ടുണ്ട്. ആ ചിരിച്ചോ ചിരിച്ചോ. കണ്ണു പൊട്ടനായിട്ട് പിന്നെ ഒന്നും കാണണ്ടല്ലോ. ഞാനുണ്ടല്ലോ ഒരു സാധനം ഇവിടെ എല്ലാം കാണാൻ. അതെ, തിന്നാനുള്ളത് ദാ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിന്നു തന്ന മനുഷ്യൻ ആ പാത്രം ഒന്ന് കഴുകി വെക്കായിരുന്നു.
ഇതൊന്നും കാണണ്ടല്ലോ കൊഴുമാടത്തിലുള്ളവർക്ക്. നീ എന്തിനാടി അമ്മച്ചിയെ കുറ്റം പറയണേ? പിന്നെ പിന്നെ കെട്ടിയോളെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് നൊന്തു. അച്ചടാ പാവം. അവിടെ ഞാനൊരു ജിബിട്ട് ഇങ്ങനെ കറങ്ങി വരുന്ന ഒരു ഷോട്ട്. എന്നിട്ട് ഈ മതിലാണ് നമ്മുടെ നായകൻ ഇരിക്കുന്നത്. നമ്മളെ അവഗണിച്ച നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് തന്നെ നമുക്ക് ആദ്യം ഷോട്ട് എടുക്കണം. ഒരു കലാകാരനെ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്നത് അവന്റെ നാട്ടുകാരും കുടുംബമാ. അവർക്കിട്ടുള്ള പണി ഈ നാട്ടിൽ വെച്ച് തന്നെ പടത്തിന്റെ ചിത്രീകരണം നടത്തുക എന്നതാണ്. പിന്നെ ഞാനിങ്ങനെ ഒരു ഫ്രെയിം വെക്കും. ആ ഫ്രെയിമിലോട്ട് ഒരു പേൾ സിൽവർ ടൊയോട്ട കാർ വന്ന് നിർത്തുന്നു. എടാ കാറ് വന്ന് നിർത്തിയടാ. ഇനി അതിൽ നിന്നും വെളുത്ത സുന്ദരിയായ നമ്മുടെ നായിക ഇറങ്ങുന്നു. സീന്റെ ബിൽഡപ്പ് നാശിപ്പിച്ച് കേളവൻ. ഹലോ എന്താ എനിക്ക് ആ വക്കച്ചനെ കണ്ട അതാരടാ? എടാ അത് എനിക്ക് നല്ല പരിചയമുള്ള മുഖം. ആരടാ അത്? ആരോ എന്താ കാണാം. ഓക്കെ സർ. സുരേട്ടാ സുരേട്ടാ അതാരാ കാറിൽ വന്നേ? നിങ്ങളൊക്കെ എന്ത് സിനിമാക്കാരാടോ? അതല്ലേ നമ്മുടെ പ്രൊഡ്യൂസർ എലൈറ്റ് വാസുദേവൻ. നമ്മുടെ ഈ എലൈറ്റ് ഫിലിംസിന്റെ. അതേടോ, പുള്ളി നമ്മുടെ വക്കച്ച മുതലാളിയുടെ ബംഗ്ലാവിൽ താമസിക്കാൻ വന്നതാ. ഓ അപ്പോഴേ എനിക്ക് ബാഗ് പോകുന്നേരെ കാണാം. നീ വാടാ, നമുക്കിപ്പോ തന്നെ പോയി കഥ പറയാം. എടാ മണ്ട, അങ്ങനെ ഒന്നും നടക്കൂല. അതിനൊക്കെ ചില ട്രിക്സ് ഉപയോഗിക്കാനുണ്ട്. എന്റെ തലയിൽ ഒരു ഐഡിയ ഉദിക്കുന്നുണ്ട് ദാസാ. കർത്താവേ, ഇവന്റെ തലയിലും ഐഡിയയോ? ഇടി വെച്ചിട്ടുണ്ടല്ല. വേണ്ട കേട്ടാ. എല്ലാവിടെ താഴേക്ക് ഇറക്കി വെച്ചേക്ക്. എന്നിട്ട് മതി. ഇറങ്ങിക്ക. ഇതൊന്ന് മോളിൽ ഇതൊന്ന് സ്റ്റാൻഡ് വെച്ചേക്കെ. നിക്ക് ആരാ നിങ്ങളൊക്കെ? എല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് ഞങ്ങൾ ഇറക്കി വെച്ചോളാം. സാർ അവിടെ വെറുതെ നിന്നാ മതി. അതെ, ഏതൊക്കെ സ്ഥലത്തൊക്കെ പറഞ്ഞാൽ മതി. ഇറക്കി വെക്കണ വേഗം. കെട്ടഴിക്കട്ടെ. അതിന് ഈ യൂണിയൻകാരൊന്നും ഇറക്കാൻ സമ്മതിക്കില്ല. ആര് പറഞ്ഞു ഓരെ കൊണ്ട് ഇറക്കാനെന്ന്? ഇത് ടാക്സ് ഫ്രീ ഇടപാടാ, സേവനം. അതെ, ഞങ്ങൾ ഇന്ന് സാറിനെ സേവിക്കും. അതെ, നിന്ന് ചെലക്കാണ്ട് ഇറക്കാൻ നോക്ക്. മാതൃഭൂമി വേണോ മനോരമ വേണോ? എന്ത് പത്രേ. പിന്നെ നല്ല 1-ാം നമ്പർ കട്ടുള്ള പാല് കുഞ്ഞിപ്പള്ളിനെ വീട്ടിൽ കിട്ടും. ഇതൊക്കെ ഏർപ്പാടാക്കാൻ അവന്മാര് പറഞ്ഞതാ. ആര് പറഞ്ഞു? മനു ആൻഡ് ആന്റണി. അവനിന്ന് ചെന്നൈയിലേക്ക് പോയി. അല്ല, നിങ്ങളൊക്കെ ആരാ? ഞാൻ അമ്പാടി തിയേറ്ററിന്റെ ഓപ്പറേറ്റർ. ഇവൻ എന്റെ അസിസ്റ്റന്റ്. അതെ, ശശാങ്കൻ പള്ളിക്കര. ഹംസക്കോയത്തങ്ങൾ. ഏത് കര? പള്ളിക്കര. അമ്പലക്കര. അല്ല, നിങ്ങളെ ഫാമിലി ഒന്നും വന്നില്ല? ഒറ്റക്കാ? ഞാനും മകളും മാത്രമേ ഇപ്പൊ വന്നിട്ടുള്ളൂ. അല്ല, അതെ, നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. മനു സംവിധായകനും ആന്റണി തിരക്കഥാകൃത്തുമാണ്. ഒരു ദിവസം 10 പ്രാവശ്യമെങ്കിലും പറയും സാറിന്റെ പേര്. അല്ലേ, ചോദിച്ചു നോക്കി. പിന്നെ എന്റെ സാറേ, സാറിന്റെ അണ്ണാൻ കയറിയ മരം ഞങ്ങള് കുറഞ്ഞൊരു 15 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അവരറിയില്ലല്ലോ. ഇനിയിപ്പോ പരിചയക്കാരായല്ലോ. സാറിന്റെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഈ 4 കണ്ണുകളുണ്ടാവും. സിനിമക്കാർക്ക് വേണ്ടി 1-2 പ്രാവശ്യം മയ്യത്താവാൻ വരെ ഞങ്ങൾ റെഡിയാ. ഞാൻ പുഴയുടെ അടുത്തുണ്ട്. മോളെ സൂക്ഷിക്കണേ, അങ്ങോട്ടൊന്നും പോവല്ലേ. മോളുണ്ട്. കൊളമാക്കല്ലേ. ഇതവിടെ കൊണ്ടുപോയി, ഞാൻ പോയി മറ്റേ എടുത്തു വരാം. ഹിമാറ്, ഞമ്മക്ക് ആ ഊരിനൊന്ന് കാണിച്ചു തന്നില്ലാന്ന്. നീ കാര്യം പറ, അവളെങ്ങനെയുണ്ട്? എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ലടാ. പറഞ്ഞില്ലെങ്കിൽ കൊല്ലു ഞാൻ. നീ അത് വിട്ടേ. പിന്നെ ഒരു പെണ്ണിനെ കണ്ടതാണ് ഇത്ര വലിയ സംഭവമാക്കാൻ പോണേ. എന്നാ സംഭവമാണ് മോനെ. ആ മുടി, ആ കണ്ണുകൾ, ആ ചുണ്ടുകൾ. ഓ, അങ്ങനെ ഇത് ഫ്രീ ആയിട്ട് പറഞ്ഞു തരാൻ എനിക്ക് മനസ്സില്ല. എനിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും തരണം. പോരെ, ഫ്രീ ആയിട്ട് വേണ്ട. ഇനി പറ. അവൾ
ഒരു പൂമ്പാറ്റയെ തന്റെ കൈവെള്ളയിലിട്ട് താലോലിക്കുന്നു. അവൾ താലോലിക്കുന്നു, ഞാൻ കാണുന്നു. ഞാൻ കാണുന്നു, അവൾ താലോലിക്കുന്നു. ശ്ശോ, ഇവ കയ്യിൽ നിന്ന് പോയി വട്ടായി തോന്നുന്നുണ്ട്. ശശാങ്ക, നീ എന്നെ കൊണ്ട് താലോലിപ്പിക്കല്ലേ? ഒടുക്കത്തൊരു അയ്യോ, ബാക്കി പറയണോ? പൂമ്പാറ്റ ഇങ്ങനെ പറന്ന് 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 പോയി. പിന്നെ ഞാൻ മുഖം അടിച്ച് താഴെ വീണു. എടോ, പിന്നെ താനെന്ത് കണ്ടു എന്ന് പറ. കൊറേ നക്ഷത്രങ്ങൾ കിടന്ന് മിന്നുന്നു. അത് തലയടിച്ച് വീണതല്ല, അതിന്റെ ആയിരിക്കും. നാശിപ്പിച്ച് അവള് താലോലിക്കുന്നു, ഞാൻ കാണുന്നു. ഞാൻ കാണുന്നു, അവള് താലോലിക്കുന്നു. നീ ഇതെവിടേക്കാ? അവളെ കാണാൻ. നിനക്കെന്താ വട്ട? വട്ടല്ല, ഇത് മറ്റൊരു ടേണിംഗ് പോയിന്റ്. അച്ഛന്റെ മനസ്സിലേക്ക് കേറാനുള്ള ഒരു ഏണിയായിരിക്കണം ആ പെൺകുട്ടി. ഓ, അല്ല എങ്ങനെ? നമ്മൾ അല്ലല്ല, ഞാൻ അവളെ പ്രേമിക്കുന്നു. അവള് വളയുന്നു. അങ്ങനെ അവളുടെ അച്ഛന്റെ മനസ്സ് കീഴടക്കുന്നു. ഓഹോ, അങ്ങനെ അയാൾ നിന്റെ കഥ എന്റെ സംവിധാനത്തിൽ നിർമ്മിക്കുന്നു. പടം സൂപ്പർ ഹിറ്റ് ആവുന്നു. ഇത് ഇവൻ കുളമാക്കും. കാലം തെറ്റി പെയ്യുന്നൊരു മഴ. അപ്പനെ തെല്ലുന്ന മക്കളുടെ കാല. പിന്നെ നേരം തെറ്റിയല്ലേ പെയ്യൂ. അല്ല, എസ്തപ്പാൻ ഇപ്പൊ മീൻപെട്ടിയിൽ പോവാറുണ്ടോ? വെറുതെ ഇരിക്കാൻ എസ്തപ്പാന് പറ്റൂലല്ലോ. പെണ്ണൊന്നിനെ കെട്ടിച്ചു വിടണ്ടേ? ഒരാളൊരുത്തനില്ലേ? ഉണ്ടായിരുന്നു. എന്തു പറ്റി? കടലിൽ പോകണ്ടവന് അവിടെ പോണം. അവൻ സിനിമ പിടിക്കാൻ നടക്കുക. വെടക്കൊന്നും മതിയല്ലോ. എസ്തപ്പാൻ ഇപ്പൊ ഒരു മോളേ ഉള്ളൂ. അതിനെ തെണ്ടിയിട്ടെങ്കിലും കെട്ടിച്ചു വിടും. പറ്റില്ലെത്തിക്കോ. ഞാൻ കണ്ടു. എന്ത്? അപ്പനും മകനും തമ്മിലുള്ള മഴത്തെ സീൻ. ഒരു ദിവസം തള്ളി പറഞ്ഞ അപ്പനെ കൊണ്ട് ഞാൻ തിരുത്തി പറയിപ്പിക്കും. പുള്ളി ഓൾഡ് ജനറേഷൻ അല്ലേ, നമ്മൾ ന്യൂ ജനറേഷൻ. അതൊക്കെ സഹിക്കണം. നീ എന്നെ ഉപദേശിക്കാൻ വന്നതാ? അല്ല, നിക്ക്. മഴ കൊണ്ട് പനി പിടിച്ച മലയാള സിനിമയ്ക്ക് ഒരു തിരക്കഥാർത്ഥനം നഷ്ടപ്പെടല്ലോ എന്ന് കരുതി കുറെ ചൂടാ വന്നതാ. നീ എന്താ പരിഹസിക്കാൻ? പരിഹസിക്കൊന്നല്ല, അവന്റെ കൂടെ കൂടിയതിനു ശേഷം എന്നെ കാണുന്നതേ ഇഷ്ടല്ല അല്ലേ? എനിക്കൊരു ലക്ഷ്യമുണ്ട്. എന്നെ കെട്ടാനാ? അല്ല, സിനിമ. എനിക്ക് പേടിയാ. പണ്ട് ഇതുപോലെ നടന്ന 2 സുഹൃത്തുക്കൾ, അതിലൊരാൾ കെട്ടിത്തൂങ്ങി ചത്തതാ. നീ ചെല്ല്. ഇവിടെ നായകനും നായികയും തമ്മിൽ കണ്ടുമുട്ടുന്നു. മനു, ഡാ മനു, വടിയായോ? ആരാ? നിന്റെ തന്ത. ഞാൻ കണ്ടടാ. ആരെ? അവളെ. ഞാൻ മഴ നനഞ്ഞു പോകുമ്പോ ഒരു കാറ് വന്ന് എന്റെ മുന്നിൽ നിർത്തുന്നു. നനേണ്ട, കരുക്കോളൂ കരുക്കോളൂ. താങ്ക് യു സർ. ആകെ നനഞ്ഞ കുറച്ച്. മോളാ ടവലും കൊടുത്തേ, തല തൊട്ടിക്കൊള്ളു കൊടുക്ക്. താങ്ക് യു. അല്ല, താങ്ക്സ്. കൊട എടുത്തില്ല അല്ലേ? ഇല്ല, പെട്ടെന്നായോണ്ട് എടുത്തില്ല. അല്ല, വളവ്. സോറി. വളവും തിരുവൊക്കെ നോക്കണം. ഇത് സ്ഥിരമുള്ളതാണോ? ഇടയ്ക്ക് കണ്ണട. കണ്ണട അത് സ്ഥിരമുള്ള. ഞങ്ങൾ ഇനി വഴിയാ. ഓക്കെ സാർ. സാർ, വെരി വെരി താങ്ക്സ്. അപ്പോൾ താങ്ക് യു സാർ. ശരി, ഓക്കെ. ഇറങ്ങിക്കോളൂ. ടവല്. ഇറ്റ്സ് ഓക്കെ, ഇറങ്ങിക്കോളൂ. അപ്പൊ കാണാം. ശരി.
എടാ നിനക്ക് അങ്ങനെ തന്നെ വേണം. മനുഷ്യനായാൽ ഇത്രയും ആർത്തി പാടില്ല. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. എന്നാ വിജയ, ഓ കാറ് മുന്നോട്ട് നീങ്ങിയപ്പോ ഐ ലവ് യു. നീ എന്താ ചിരിക്കണേ? ഒന്നുമില്ല, അവളൊന്നും നോക്കിയല്ലേ ഉള്ളൂ. ഞാൻ കരുതി നീ ഒന്നും കരുതണ്ട. ആ മുത്തശ്ശി പോലും വീടില്ല, പിന്നെയാണില്ല അവള്. ഇങ്ങനാണെങ്കിൽ കഞ്ഞുകൂടി ഇപ്പൊ മുട്ടും. ഫുഡ് എത്തി. വാ വാ. പൊള്ളി. എന്താ എത്ര ലേറ്റ് ആയേ? വിശന്നിട്ട് മനുഷ്യന്റെ കുടലെത്തിട്ട് പാടില്ല. ഓ പറഞ്ഞേറ്റാത്തൊന്നും പൈസ പറഞ്ഞു വെച്ചായിരുന്നു. ഇതെല്ലാം അംസക്കോനൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് മക്കളെ. ഇതെന്താ? ഇത് പഞ്ഞിയും കയറും കഞ്ഞിയും പയറും. എനിക്ക് വേണ്ട കഞ്ഞിയും വേണ്ട. എനിക്ക് ആ മട്ടർ ചിക്കനും പൊറാട്ടി മേടിച്ചേ. 2 കലാകാരന്മാരെ പോച്ചി നമ്മളെ നടു ഒടിഞ്ഞ്. എന്റെ ഇക്ക, ഒരു പടം അങ്ങോട്ട് ഹിറ്റായ പിന്നെ നമ്മൾ ആരാ? ഓ കൊതിയാവുന്ന അതൊക്കെ ആലോചിച്ചിട്ട് സിനിമയിൽ അങ്ങോട്ട് കേറിട്ട് വേണം മമ്മൂക്കയെ പോലെ ഗ്ലാമർ ആവാൻ. അതെ, നീ മമ്മൂക്കനെ പോലെ ഒന്നും ആവണ്ട. തൽക്കാലം മാമുക്കോനെ പോലെ ആവാൻ പറ്റുമോ നോക്കി. ചെന്ന് തേങ്ങ എടുത്ത് കുറച്ച് ചമ്മന്തി ഉണ്ടാക്കി ചെല്ല്. എന്നിട്ട് വേണം പല്ലും തല്ലി വലസ്നാന്ന് പറഞ്ഞ് നടക്കാം. മനുവിന് പൈസ വേണമെങ്കിൽ അച്ഛനോട് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ. അച്ഛനോടൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കാന്ന് കേട്ടു. അതേതായാലും വേണ്ടായിരുന്നു. സുരേട്ടാ, പൊന്നു തൂക്കിയാ മതി. സൈൻ ചെയ്യ് അവിടെ. ആ സുരേന്ദ്ര, ഇതൊന്നും തൂക്കി നോക്കി. ഇതെന്താ കുടുംബമായിട്ട് പണം വെക്കാൻ ഇറങ്ങിക്ക? എന്ത് ചെയ്യാനാ? ആ തിയേറ്ററും അതിനോട് ചേർന്ന സ്ഥലവും മകന്റെ പേരിലോട്ട് മാറ്റി എഴുതിയത് അബദ്ധമായി പോയി. അച്ഛനെ തോപ്പിക്കാൻ ഇറങ്ങിയിരിക്കല്ലേ മക്കള്. കാശ് തന്നാ എനിക്ക് പോവാം. കൊടുക്ക, സിനിമക്കാരനല്ലേ, ധൃതി കാണും. സുരേട്ടാ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങള് സിനിമാക്കാരാവും. ഇതുപോലെ എത്ര പേര് നടക്കുന്നു. ഇവരുടെയൊക്കെ വിചാരം ഈ സിനിമയെന്ന് വെച്ചാൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സബോള പോലെയാന്ന്. സുരേട്ടാ, ഇന്നീ കാണുന്ന സിനിമാക്കാരൊക്കെ ജനിച്ചു വീഴുന്ന സിനിമാക്കാരായിട്ടല്ല, പരിശ്രമം കൊണ്ട് എന്തെങ്കിലും ആവാൻ പറ്റൂ. നമുക്ക് കാണാം. സുരേട്ടാ, കാണാന്നല്ല, കാണിക്കും. കാണും. ഇന്നത്തെ വിശേഷാൽ പൂജ എലൈറ്റ് വാസുദേവൻ പോകാം. മധു, എന്റെ പേരിലൊരു വഴിപാട്. അച്ഛനറിയാതെ അച്ഛന് വഴിപാടോ? കൊള്ളാം. എലൈറ്റ് വാസുദേവനും ഫാൻസോ? ഇനിയിപ്പോ ആർക്കെങ്കിലും തെറ്റിയതായിരിക്കും. ഏതായാലും അച്ഛന്റെ സമയം കൊള്ളാം. വീട്ടിലെ ലോഡ് ഇറക്കാൻ ആൾക്കാര്, വഴിപാട് കഴിക്കാൻ ആരാധകര്. ഈ പട്ടിക്കാട്ടിലും എലൈറ്റ് താരമാണ്. ഇനി വേറെ ആരെങ്കിലും വാസുദേവനായിട്ട് ഇവിടെ വിശേഷാൽ പൂജയല്ലേ? വൈകുന്നേരം പ്രസാദനായിട്ട് വരിക. ആയിക്കോട്ടെ. അല്ല കുട്ടി, ആരാ ഈ ലൈറ്റ് വാസുദേവൻ? ഞാൻ ദൈവത്തെ പോലെ സ്നേഹിക്കുന്ന മഹാൻ. എന്നാ പിന്നെ വൈകിട്ട് ഇങ്ങോട്ട് ഇറങ്ങാം. ആയിക്കോട്ടെ. ഓ ഇവിടെ എന്നെയാണോ? അതെ. മോന്റെ പേരെന്താ? മനു. ഈ അമ്പാടി മനു? അതെ സർ. സാറിന് മനസ്സിലായില്ല? ഞാൻ എലൈറ്റ് വാസുദേവൻ. ഓ മൈ ഗോഡ്, ഞാൻ ഈ കാണുന്ന സ്വപ്നാണോ? എനിക്ക് വിശ്വസിക്കാനേ പറ്റില്ല സർ. മോന്റെ സുഹൃത്തുക്കൾ അവിടെ വന്നിരുന്നു. എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു. താങ്ക്സ്. ആയിക്കോട്ടെ, നമുക്ക് വിശദമായിട്ട് പിന്നെ കാണാം. എന്നിപ്പോ വരട്ടെ. ആയിക്കോട്ടെ. ഓക്കെ. മകളാണല്ലേ? അല്ല, മകനാ. ഗുഡ് ജോബ്. എടോ, സിനിമ പിടിക്കാൻ വേണ്ടി ഒരു പ്രൊഡ്യൂസറെ കിട്ടാൻ നാടകം കളിച്ച ഞങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോ? അയ്യേ കുട്ടി, നാടകോ? സത്യത്തിൽ ഈ മഴ നനഞ്ഞ വഴി നിന്നതും വഴിപാട് നടത്തിയതും ഇതിനാന്ന് തിരിച്ചറിയാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. ഇനി മേലാൽ ആവശ്യപ്പെടാത്ത ഉപകാരവുമായി വന്ന ഞാനേ ആവശ്യപ്പെടും. എന്ത്? തന്നെ പിടിച്ചു 2 പൊട്ടിക്കാൻ. എന്നാ പോട്ടെ.
ഇവനെന്താ അട്ട നോക്കി കിടക്കുന്നത്? ഭഗവാനെ വട്ടായ പ്രേമനൈരാശ്യം ബാധിച്ച കാമുകനാണവൻ. ഓ നിനക്കെന്താ ലോട്ടറി അടിച്ചാ? ഓ എന്തൊക്കെയായിരുന്നു നിന്റെ ഡയലോഗ്? ആദ്യം നീ അവളെ വീഴ്ത്തുന്നു, പിന്നെ അവളെ അപ്പനെ കമഴ്ത്തുന്നു, പിന്നെ അയാളെ കൊണ്ട് സിനിമ പിടിപ്പിക്കുന്നു. നിന്റെ ആക്രാന്തം കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു ഒടുക്ക ഇങ്ങനെയാവും. എടാ മനു, നീ വന്ന് ദോശ കഴിച്ചേ, എന്നിട്ട് ആ പൂജയുടെ പായസമായിട്ടൊന്ന് ചെന്ന് നോക്ക്. എടാ പൂജയിൽ വീഴാത്തൊരു ചിലപ്പോ പായസത്തിൽ വീഴൂടാ. ഇല്ലേ വീഴില്ലേ? തന്നെ ആദ്യം പറഞ്ഞു വിട്ടതാ എല്ലാത്തിനും കാരണമായത്. ഇയാളെ കുറ്റം പറഞ്ഞിട്ട് എന്തിനാടാ? നിന്റെ പ്ലാനിങ് ആണ് ശരിയാവുന്നത്. എടാ ലോകത്തെ ഏത് സംവിധായകനാടാ പ്രൊഡ്യൂസറുടെ മകളെ പ്രേമിച്ചിട്ട് സിനിമാ പ്രോജക്റ്റ് ഉണ്ടാക്കിയത്? ലോകത്തെ ആദ്യത്തെ ആ സംവിധായകൻ ഈ ഞാനായിരിക്കും. സ്ക്രിപ്റ്റിന്റെ ചർച്ച കഴിഞ്ഞെങ്കിലേ ഈ ദോശയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക. അയ്യോ നീ കഴിക്കുന്നില്ലേ? അവന് വിശപ്പൊന്നുമില്ല. അത് നീയാണ് തീരുമാനിക്കുന്നത്. എടാ അവള് പോണെങ്കി പോട്ടെ, നമ്മൾ അവളെയൊന്നും കണ്ടല്ലോ ഇതിനെ ഇറങ്ങി തിരിച്ചത്. അതാണ് ശശാങ്ക, ഒരു ദോശയും കൂടി എടുത്തോ. സോറി കേട്ടോ, ഇനി ആകെപ്പാടെ 2 എണ്ണം ഉള്ളത് ഹംസക്കേക്ക് ഉള്ളതാ. തൽക്കാലം ഇപ്പൊ നമ്മുടെ പ്രൊഡ്യൂസർ മൂപ്പര. എന്തേ കുറച്ചധികം ഉണ്ടാക്കിയാൽ എന്താ? ഓ ഉള്ളതിൽ മാക്സിമം വെള്ളം ചേർത്തിട്ടാണ് ഞാൻ ഇത്രയെങ്കിലും ഒപ്പിച്ചത്. ഹാവ് വല്ലാത്ത വിശപ്പ്. മോനെ ശശാങ്ക വിളമ്പ് വിളമ്പ്. അമ്മായി കൊച്ചമ്മായി ഹംസക്കട കുഞ്ഞമ്മ. ഇവിടെ വെച്ച ദോശ കാണുന്നില്ല. വേണ്ട വേണ്ട, എന്റെ നമ്പർ വേണ്ട. അല്ല സത്യം പറഞ്ഞിക്ക, അത് ശരി, ദോശ കാണുന്നില്ല. അപ്പൊ അത് കൊടുത്ത് നീ അടിച്ചില്ല ഹമുക്കൻ. ദോശക്കള്ളൻ നോക്കിയേ കള്ള മോനെ, ഇന്റെ ദോശ തന്നെ വേണം എനിക്കില്ലേ? എടാ ഇന്ന് എന്നെ അടുത്ത് മട്ടൻ ബിരിയാണി ആക്കിയില്ലേ വാപ്പന്റെ പേര് ഞാൻ മറിച്ചിടും. ഒരാളിലേക്ക് വിട്ട് ഇക്ക പറഞ്ഞ കേട്ടല്ലോ. നീ മേലാലിത് ആവർത്തിച്ച മനസ്സിലായോ? ചിരിക്കുന്നു, മനസ്സിലായിരുന്നു. നീ എന്താ മോനെ വീട്ടിലേക്ക് വരാത്തെ? ഇങ്ങനെ വാശി പിടിച്ചിരിക്കുന്നത് ആരെ തോൽപ്പിക്കാൻ വേണ്ടിട്ടാ? മനു, നിന്റെ ഗുണത്തിന് വേണ്ടിട്ടല്ലേ അച്ഛൻ അങ്ങനെയൊക്കെ പറയണേ? എന്ത് ഗുണം? ഇത് വിറ്റിട്ട് ഒരു പ്രൈവറ്റ് ബാങ്ക് തുടങ്ങാനല്ലേ പദ്ധതി. ഒരു പലിശക്കാരനായിട്ട് ജീവിക്കാനല്ല ഞാൻ ജനിച്ചത്. നീ അമ്മ പറയുന്നത് കേക്ക്. അച്ഛനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ചൂടായാൽ എന്തൊക്കെയാ ചെയ്യാന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. ആ അച്ഛന്റെ മകനാണെങ്കിൽ എനിക്കുണ്ട് വാശി. അത് അച്ഛനെ തോപ്പിക്കാനല്ല, എനിക്ക് ജയിക്കാൻ. ഒരു സിനിമയെങ്കിലും എടുത്തിട്ട് എനിക്ക് ജയിക്കണം. നിനക്ക് സിനിമ എടുത്ത് ജയിക്കാൻ നീ സ്വന്തമായിട്ട് അധ്വാനിച്ച് പണം ഉണ്ടാക്കണം, അല്ലാതെ തന്ത ഉണ്ടാക്കിയത് കണ്ട് പനിക്കണ്ട. തിയേറ്റർ വിറ്റ് നശിപ്പിക്കാനല്ലോ ഞാൻ പറഞ്ഞേ. അവിടെ ഇനിയും സിനിമ കളിക്കണം. കളിക്കും. തിയേറ്റർ നിന്റെ പേരിലെന്ന് കരുതി അധികം നെകളിക്കണ്ട. മാതാപിതാക്കളുടെ സ്വത്ത് വാങ്ങി അവരെ നോക്കാത്ത മക്കളുടെ സ്വത്തുക്കള് തിരിച്ച് രജിസ്റ്റർ ചെയ്യാനുള്ളൊരു നിയമമുണ്ട്, അത് നീ മറക്കണ്ട. പിന്നെ ഞാൻ ടൗണിൽ ഒരു കെട്ടിടത്തിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അത് വാങ്ങണമെങ്കിൽ എനിക്കിത് വിൽക്കണം. അതിന് നീ തടസ്സം നിൽക്കരുത്. തടസ്സം നിന്നാൽ എന്നെ അറിയാലോ നിനക്ക്. നീ എന്ത് കൊണ്ടാണോ നിൽക്കുക? കറങ്ങി വേണ്ടിയല്ലേ? എടാ പണ്ടുള്ള സിനിമാക്കാരൊക്കെ മദ്രാസിയിലേക്ക് നാട് വിട്ട് കഷ്ടപ്പെട്ട കഥകൾ ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്. എടാ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോവാം. ഇപ്പൊ മലയാള സിനിമ കറങ്ങണത് എറണാകുളത്താ. ഇവിടെ തന്നെ ജീവിക്കണത് ഹംസക്കോയും ശശാങ്കനും എന്തെങ്കിലും പണിയെടുത്തോണ്ട് വന്നിട്ടാ. അപ്പോഴാണ് എറണാകുളം. എറണാകുളത്ത് നമുക്ക് എന്തെങ്കിലും ജോലി കിട്ടൂടാ? അതൊന്നും അത്ര പ്രാക്ടിക്കൽ ഒന്നും അല്ല. പിന്നെ പ്രൊഡ്യൂസറുടെ മകളെ പ്രേമിച്ച് സിനിമ പിടിക്കില്ല നിന്റെ പ്രാക്ടിക്കല്. ആ പ്രാക്ടിക്കല് തുടക്കത്തിലെ ചീറ്റി പോയതാ. അത് പിന്നെ ഏത് പ്രേമായാലും തുടക്കം നടക്കും. വേണ്ടി വന്ന 2 എണ്ണം കിട്ടിയെന്നും വരും. പിന്നെ പിന്നെ അവളുടെ മനസ്സ് മാറി സോറി പറയാൻ തേടി വരും. അതെ, എന്നെ തേടി വരും. വരും വരും. എന്റെ ഞെട്ടിയ ആള് വരില്ലേ? വരും.
രണ്ടുപേരും വീട്ടിലേക്കൊന്ന് വരണം. അച്ഛനൊന്ന് കാണണം. എടാ നീ വേറെന്തെങ്കിലും പീഡനത്തിന്റെ കാലാണ് കേട്ടാ. ആ കാര്യത്തിൽ നിന്നെക്കാൾ ഞാൻ ഡീസന്റാ. പിന്നെന്തിനാണ് വരാൻ പറഞ്ഞത്? പോണോ? പോണോ? പോണ്ടേ? പോണ്ടേ? പോവാല്ലേ? ഷോപ്പിംഗ് ക്ലബ് അതുണ്ടോ? ഹായ്. ഇരിക്കടോ. ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്തിനാണെന്നറിയോ? ഇല്ല. ഇല്ലേ? അല്ല, ഞങ്ങൾ അങ്ങനെ ഇവൻ സത്യത്തിൽ സംവിധായകനാവാൻ വേണ്ടി. അതെ, അത് ഈ ഡയറക്ഷനെ പറ്റി ചെറിയൊരു. നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നത്? അല്ല, അത് പിന്നെ ഈ പരസ്പരത്തിന്റെ ഒരു വിരുദ്ധം. അത് തന്നെ. അതൊക്കെ പോട്ടെ. നാളെ രാവിലെ എന്തെങ്കിലും പ്രോഗ്രാം? അല്ല, ഉണ്ട്. ഞങ്ങൾക്ക് പ്രൊഡ്യൂസർ മഹാദേവൻ ഒന്ന് കാണാനുണ്ട്, അല്ലേ? ചിലപ്പോ ഇന്ന് രാത്രി തന്നെ ഞങ്ങൾക്ക് ചെന്നൈയിലേക്ക് പോവേണ്ടി വരും. സാറിന് എന്തെങ്കിലും കാര്യം? എനിക്ക് കാര്യമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞ ആ മഹാദേവൻ നാളെ രാവിലെ ഇവിടെ വരുന്നുണ്ട്. പറ്റുമെങ്കിൽ കാലത്ത് വന്നാൽ ആ കഥ പറഞ്ഞ് കേൾപ്പിക്കാം. ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കേണ്ടതാണ്. കഥ മഹാദേവന് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ആ പ്രൊജക്ട് പറയൂ സർ, ഞങ്ങളും പറയും. ശരി, അപ്പോ നാളെ രാവിലെ 10 മണിക്ക്. ഹലോ. തന്റെയൊക്കെ പെർഫോമൻസ് കണ്ടിട്ടല്ലേ ഈ അവസരം. ആ കുട്ടി വന്ന് പറഞ്ഞോണ്ടാ, പാവം. അതേത് കുട്ടിയാ? അന്ന. ചെല്ല്. എന്റെ മുമ്പിൽ കളിച്ച വളിപ്പ് ആ പ്രൊഡ്യൂസർ എടുത്ത് വേവില്ല. കൊറേ പടങ്ങൾ എടുത്തിട്ടുള്ള ആളാ. താങ്ക്സ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത്? എന്റെ പെർഫോമൻസ് താൻ കാണാൻ പോകുന്നേ ഉള്ളൂ. ഓക്കേ, പോട്ടെ. ഗുഡ് ബൈ. അവിടെ പോകുന്ന കാര്യം നീ എന്താ എന്നോട് പറയാതിരുന്നേ? പറഞ്ഞാ വിടൂ ഇയാള്. നിന്നെ പറ്റി നല്ല അഭിപ്രായം അവർക്ക്. ആ തിയേറ്ററിൽ പോയി കിടക്കണേന് ആൾക്കാർ എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? ഞാൻ നാണം കെട്ടു. അല്ല, ഈ വരും വരുന്ന പറഞ്ഞ ആള് വലിയ ആളാ. പിന്നല്ലാതെ ഇൻഡസ്ട്രിയിൽ നമ്പർ 1. കഥ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ ഞങ്ങള് രക്ഷപ്പെട്ട്. അല്ല അന്ന, ചായ. ഈ പ്രോജക്റ്റ് നടന്നു കഴിഞ്ഞാ നിനക്ക് ഞാൻ നന്ദി എഴുതി കാണിക്കും. താങ്ക് യു അന്ന. എനിക്ക് വേണ്ടെന്നു നന്ദിയൊന്നും. പിന്നെന്താ വേണ്ടത്? സിനിമയുടെ കാര്യങ്ങൾ നടക്കട്ടെ. അത് കഴിഞ്ഞ് ആന്റണിയുടെ അപ്പച്ചനെ കണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊന്ന് സംസാരിക്കണം. അതുവരെ ഈ തൊടലും പിടിക്കലും ഒന്നും വേണ്ട. ഒരു പൊട്ടക്കണ്ണന്റെ മുമ്പിൽ ഇരിക്കുന്നവർ മിണ്ടാണ്ടായാൽ എന്തായിരിക്കും സംഭവിക്കുക, അല്ലേ മക്കളെ? തനിക്ക് കഥ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറ. വേറെന്ത് എങ്ങനെ സൈലൻസ് ഇട്ടിട്ട്? തനിക്ക് ഇഷ്ടമായോ? ഞാൻ ഇഷ്ടപ്പെട്ടോണ്ട് കാര്യമില്ല. താനല്ലേ പ്രൊഡ്യൂസർ. ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് താൻ പറ, എങ്ങനെ കൊളുത്തുവോ? ഏടോ, ഇത് പടർന്നു കത്തും. കേരളക്കാരെ ഏറ്റെടുക്കും. ഒരു താരത്തിന്റെ ഡേറ്റ്സ് കിട്ടിയില്ലെങ്കിലും ഞാനിത് ചെയ്യും. ഇതിൽ കഥയാണ് താരം. നിങ്ങൾക്ക് നല്ല ഭാവിയുണ്ട് മക്കളെ. ധൈര്യമായിട്ട് എടുത്തു തുടങ്ങിക്കോളൂ. താങ്ക് യു സർ. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇനി ഈ 2 പേർ കൂടി ഉണ്ടാകും. അതിനൊരു നിമിത്തമാകാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഓൾ
സർ, അർജന്റായി കാണണമെന്ന് ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. അതെ, എവിടെ വരെ എഴുത്ത്? ഇന്റർവെൽ ആവാൻ 2 സീൻ കൂടി ഉള്ളൂ ഓ, സാർ. തിരക്ക് പിടിച്ച് എഴുതണമെന്നില്ല. ഐ എം സോറി. ഹലോ, ഐ മിസ്റ്റർ റെഡി. ഡേ ആഫ്റ്റർ ടുമോറോ ഐ വിൽ ബി ദർ. ഷുവർ ഷുവർ, ഐ വിൽ ബി പക്ക. ഓക്കെ. ഒരു തെലുങ്ക് പടത്തിന്റെ പ്രൊഡക്ഷനിലായിരുന്നു. ഒരാഴ്ച കൊണ്ട് തീരേണ്ട പടമാ. സമുദായ സ്പർദ്ധ വളർത്തുന്ന സിനിമയാണെന്ന് പറഞ്ഞ് ഒരു കൂട്ടം രാഷ്ട്രീയക്കാർ സ്റ്റേ വാങ്ങിയിരിക്കുക. സാർ, ഞങ്ങളുടെ വർക്കിനെ അത് ബാധിക്കോ? നിങ്ങൾ എഴുതിത്തീരാൻ സമയമുണ്ടല്ലോ. പക്ഷെ തെലുങ്ക് പടം മുഴുവനായി തീരാൻ സാധിച്ചില്ലെങ്കിൽ എൻ്റെ സിനിമാ ജീവിതം അതോടെ തീരും. അയ്യോ സാർ, ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയിലാണ്. ഓക്കെ, നമ്മൾ ഈ പ്രോജക്റ്റ് വിട്ടിട്ടില്ല. പക്ഷെ ഇമ്മീഡിയറ്റ്ലി ഒരു പ്രോജക്റ്റ് എനിക്കറിയില്ല. ദാറ്റ് ഐ ക്യാൻ സേ നൗ. ഞാൻ നിങ്ങളെ വിളിക്കാം. പിന്നെ പെട്ടെന്ന് ചെയ്യണമെങ്കിൽ മറ്റൊരു പ്രൊഡ്യൂസറെ നോക്കുന്നത് നന്നായിരിക്കും. നൗ ഐ ആം ബിസി. കാണാം. ഓക്കെ. ലോകത്തൊരു മഹാദേവനുള്ള പ്രൊഡ്യൂസറായിട്ട്. ആ എടാ, ഈ സിനിമാ പിടുത്തം എന്ന് പറഞ്ഞാൽ മീൻ പിടുത്തം പോലെ അത്ര എളുപ്പമുള്ള പണിയല്ല. അത് കുറച്ച് പ്രയാസപ്പെട്ടാണ് നേടാൻ പറ്റൂ. ആരുടെ ഈ മനു? അത് മൂപ്പരാ. താൻ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നതാ നല്ലത്. ഓഹോ, ഇല്ലെങ്കിൽ ഇപ്പൊ ഇയാൾ എന്ത് ചെയ്യും? അറാന്തോർപ്പ് കാണിക്കരുത്. വിടൂലേ, ഒന്ന് കൊല വിളിക്കുന്ന നോക്കിക്കാ ചൗക്കടാ. വേണ്ട, അത് വാളാണ്. ദേഹത്തോണ്ട് രക്തം വരും. വേണ്ട. ചേട്ടനും ഇല്ല, വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഒക്കെ. നമുക്ക് ഷെയർ ഇട്ടൊരു പൈന്റ് മേടിച്ചത് അടിച്ചങ്ങ് പിരിയാം. അതല്ലേ നല്ലത്. അത് പോരാ ചേട്ടാ. വേണ്ട. ഓ, ദേ ചലക്ക് മേടിക്കണം. ഇതെല്ലാം ആരാ ചെയ്തെന്ന് എനിക്കറിയാം. ഇവനോട് പോന്നു. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേന്ന്? നീ വന്നോ മോനെ? ഞാൻ ഇവിടെ പൊറുക്കാൻ വന്നൊന്നല്ല. അയാളില്ല ഇവിടെ. എന്റെ അച്ഛൻ. മനു, എന്താടാ ഇത്? സ്വന്തം മകനെ ഗുണ്ടകളെ വിട്ട് ഇറക്കി വിടാൻ നോക്കിയാണെന്ന് കാണാൻ വന്നാ ഞാൻ. ആര് ഗുണ്ടകളെ വിട്ടോന്ന് നീ പറയണേ? അതവിടെ ചോദിക്ക്. പണത്തിന് വേണ്ടി ഈ മനുഷ്യൻ കൊല്ലാനും പഠിക്കില്ല. വീട്ടിൽ കയറുന്ന തോന്നിയ ഉണ്ടാവൊന്നും വേണ്ട. പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ തല്ലി ചതക്കും ഞാൻ. എന്നെ ജീവനോടെ ഇറക്കി വിടാന്ന് ആരും കരുതണ്ട. രണ്ടുപേരും കൂടെ ഇത് എന്തിന്റെ പുറപ്പാടാ? ഞാനങ്ങനെ തോറ്റു പോകുന്ന അച്ഛൻ കരുതിയിട്ടുണ്ടെങ്കിൽ അച്ഛൻ തെറ്റി. ഞാൻ അവിടെ തന്നെ കാണും. അമ്മേ,
ഞാൻ ഇറങ്ങുക. ഇനി ഈ പടി ചവിടണമെങ്കിൽ ഞാനായിട്ടേ വരൂ. അതിന് ഏതച്ഛൻ തടസ്സം നിന്നാലും മനുവിന് പുല്ല. മക്കളെ സ്നേഹിക്കാൻ അറിയാത്ത അച്ഛനെ എനിക്കും വേണ്ട. എന്താ പടി ഇറങ്ങി പോടാ. ആ ഇറങ്ങ തന്നെ. ആന്റണി, നമ്മുടെ സ്വപ്നങ്ങളോട് തീരുമോ? നീ ടെൻഷൻ അടിക്കണ്ടടാ, എന്തെങ്കിലും ഒരു വഴി കാണും. ഞാനൊരു കാര്യം വെറുതെ ചിന്തിച്ചു. ഈ തിയേറ്റർ വിൽക്കാൻ അച്ഛൻ ഏതായാലും തീരുമാനിച്ചല്ലേ? അതെ, പക്ഷേ ഇതും കൂടി പോയാൽ നമ്മൾ പിന്നെ ഇവിടെ കിടക്കും. ഇത് വിൽക്കുന്ന ഞാനാണെങ്കിലോ? അതിന് നിന്റെ അച്ഛൻ സമ്മതിക്കോ? തൽക്കാലം ഇത് അച്ഛൻ അറിയാൻ പാടില്ല. നമ്മളിത് വിറ്റ് സിനിമ പിടിക്കാൻ പോകുന്നു. അത് തീക്കളിയാണ് മനു. വിൽക്കാൻ വെച്ച് കഴിഞ്ഞാൽ ബ്രോക്കർമാരറിയും, നാട്ടുകാരറിയും, പിന്നെ അച്ഛൻ മാത്രം അറിയാതെ. അന്ന് ഈ തിയേറ്റർ എടുക്കാൻ വന്ന ആളുടെ വിസിറ്റിംഗ് കാർഡ് എൻ്റെ കയ്യിലുണ്ട്. നമുക്കൊന്ന് അയാളെ ചെന്ന് കണ്ടാലോ? പക്ഷെ അന്ന് തരില്ല എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടല്ലേ, വീണ്ടും ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അയാൾ പ്രതികരിക്കുക? സത്യം പറഞ്ഞ നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞതിന് ഞാൻ ഇങ്ങനെയൊന്നുമല്ല പ്രതികരിക്കേണ്ടത്. സാർ, അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് എനിക്കറിയാം. പിന്നെ പക്ഷെ ഇങ്ങനെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. സോറി. ഇനി ഈ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ തമ്മിൽ സംസാരിക്കണമെന്നില്ല. നിങ്ങൾക്ക് പോവാം. അയാൾ അങ്ങനെ പറയൂ. ആണോ? എന്നാ പിന്നെ നമുക്കത് വിടാം. ഞാൻ പറയാം. നമ്മൾ അവിടെ ചെന്ന് തിയേറ്റർ വിൽക്കുന്ന കാര്യം പറയുന്നില്ല. നീ ഇങ്ങനെ പറഞ്ഞാൽ മതി. പ്രൊഡ്യൂസർ മഹാദേവന്റെ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം നിന്ന് പോയതാ സാർ. ഷുവറായിട്ടും ഈ പടം ഹിറ്റാവും. സാറിന് ഗ്യാരണ്ടിയിലേക്ക് വേണമെങ്കിൽ ഞാൻ അമ്പാടി തിയേറ്റർ ജാമ്യം വെക്കാം. സാർ ഈ പ്രൊജക്റ്റ് നടന്നില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല സാർ. സാറിന് വേണമെങ്കിൽ കഥ ഞാൻ പറഞ്ഞുതരാം. വേറൊന്നുമല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും രക്ഷപ്പെടാൻ ഈ ഒരു വഴിയുള്ളൂ. നല്ലൊരു കാര്യം തുടങ്ങാൻ പോണതല്ലേ, അല്പം മധുരം കഴിക്കുന്നതല്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ലാഭം കിട്ടാത്ത ഒരു ബിസിനസ്സും ചെയ്യാറില്ല. പിന്നെ ഈ കേസ്, എനിക്ക് ഒരു പിടിയില്ലാത്ത ഈ ബിസിനസ്സിൽ തൽക്കാലം ഞാൻ നിങ്ങളെ മാത്രം വിശ്വസിക്കുന്നു. പിന്നെ ലാഭം ഒന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ മുടക്കുന്ന ചിക്കിളിയില്ലേ, അതെങ്കിലും മക്കൾ എനിക്ക് തിരിച്ചു തരണം. പിന്നെ ഗ്യാരണ്ടി അത് നമുക്ക് പിന്നെ ആലോചിക്കാം. ഇത് ചെറിയൊരു അഡ്വാൻസ്. അയ്യോ, ഇതൊന്നും ഇപ്പോൾ വേണ്ടായിരുന്നു സാർ. ഞാൻ ഒരു പണി നിങ്ങളെ ഏൽപ്പിച്ചെന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകണ്ടേ? അറ്റ്ലീസ്റ്റ് എനിക്കെങ്കിലും ഇങ്ങനെ തോന്നലുണ്ടാക്കാം. അതിന് എന്നാ ഐശ്വര്യമായിട്ട് 2 രൂപ മേടിച്ചോ. വാങ്ങടോ.
ബാക്കി പറ്റില്ല എഴുതിക്കോ. ആ നിർത്ത്. എസ്തപ്പാ വണ്ടി കയറ്. വർക്കി, ഞാൻ പിന്നെ വന്നോളാം. നിക്കട അവിടെ. നീ എന്താ ആളെ കളിപ്പിക്കുക? 2 ആഴ്ച കൊണ്ട് എനിക്ക് സമയം തരണം. ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് മാസത്തിലാണോ? താൻ എന്താ കരുതിയത്? കൊടുത്ത കാശ് തിരിച്ചു വാങ്ങാൻ വർക്കിക്ക് പറ്റില്ലെന്നോ? ഞാൻ എന്തായാലും കാശ് തിരിച്ചു തരും. ഈ നാട്ടുകാരെ മുമ്പിൽ ചെന്ന് നാറ്റിക്കരുത്. അത്ര മാനാഭിമാനം ഉള്ളവരാണെങ്കിൽ എന്റെ കാശ് താടോ. തരാം. ഇപ്പൊ വർക്കി പോ. അതെന്താണെന്ന് ഇപ്പൊ പറയണം, എന്നിട്ടേ വർക്കി പോണുള്ളൂ. എനിക്ക് കുറച്ചുകൂടി സമയം തരണം. തനിക്ക് ഡേറ്റ് പറയാൻ പറ്റില്ലെങ്കിൽ ഞാനൊരു ഡേറ്റ് പറയാം. അടുത്ത ബുധനാഴ്ച എനിക്ക് എന്റെ കാശ് കിട്ടണം. വർക്കി, ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ തുക മറിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. മറിക്കാൻ പറ്റണം. അറിയാലോ, നിന്റെ വീടിന്റെ ആധാരം എന്റെ കയ്യിലാ. ഇല്ലെങ്കിൽ നീ നിന്റെ ഭാര്യയും മക്കളായിട്ട് കടത്തിനെ കിടക്കേണ്ട അവസ്ഥ വരും. മനസ്സിലായോ? വണ്ടി എടുക്കടാ. നിനക്ക് നാണമില്ലേ എന്റെ എസ്തപ്പാനെ? ആണുങ്ങളായ പലിശക്ക് പൈസ വാങ്ങും. അത് എസ്തപ്പൻ വാങ്ങിയിട്ടുണ്ടെങ്കിലേ എസ്തപ്പൻ അറിയാം എങ്ങനെ കൊടുക്കണമെന്നും. പോടാ അവിടുന്ന്. അമ്മച്ചി, ദേ ഇച്ചായൻ. സുഖാണോടാ? നിന്നെ വിളിച്ചോണ്ട് വരാൻ എത്ര പറഞ്ഞു, അപ്പച്ചൻ കേക്കണ്ടേ? സാരമില്ല അമ്മച്ചി, അപ്പച്ചന്റെ ദേഷ്യം തീരട്ടെ. എന്നാ ചായ ഷൂട്ടിംഗ്? ഞങ്ങളൊക്കെ അറിയുന്നുണ്ട്. ഇവിടെ എന്നും കാണാറുണ്ട്. നിന്റെ വിശേഷങ്ങളൊക്കെ അന്ന പറഞ്ഞിട്ടാ ഞങ്ങൾ അറിയുന്നേ. അതുകൊണ്ടൊരു സമാധാനമുണ്ട്. ആ, ഇനി അപ്പച്ചനെങ്ങാനും ഇതുവഴി വന്ന് കണ്ടാ അത് മതി. പള്ളിയിലേക്കുള്ള വരവ് നിൽക്കും. പോട്ടേടാ. വാ. ചേച്ചിയെ കാണാൻ വന്നല്ലേ? വീട്ടിൽ പൂടി. എന്നതാ അമ്മച്ചിയും മക്കളും തമ്മില് സെന്റിമെന്റ്സോ കോമഡിയോ? നീ അമ്മച്ചിയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവര് ഭയങ്കര ഹാപ്പിയാ. അതിന് എന്റെ വക ഒരു സ്പെഷ്യൽ താങ്ക്സ്. അമ്മച്ചി എന്തെങ്കിലും ചെയ്തു കൊടുത്താ അപ്പച്ചൻ ഇങ്ങനെ താങ്ക്സ് പറയാറുണ്ടോ? ഇല്ല. എന്നാ പിന്നെ എന്നോടും പറയണ്ട കേട്ടോ. ആ, മധുരമയോ? ആ, നീ എങ്ങോട്ടാ? കുറച്ച് പേപ്പേഴ്സ് വാങ്ങണം, പിന്നെ 1-2 മാഗസിൻസും. അല്ലെങ്കിൽ വേണ്ട, പിന്നെ പോ. നീ വണ്ടി എടുത്ത് പോയിട്ട് വാ, ഞാനിവിടെ നിക്കാം. ഓക്കെ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ കൂടി വരാം. അത് വേണോ? ഒരു പെൺകുട്ടി പുറകെ കയറി സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ ഇമേജ് പോകുന്നു ഭയന്നിട്ടാണെങ്കിൽ വേണ്ട. കേറിക്കോ. ആ, വണ്ടി പോട്ടെ. നീ എന്താ ഒന്നും മിണ്ടാത്തെ? എനിക്ക് തീരെ ഇഷ്ടായില്ല. രണ്ടും കൂടെ ഒട്ടിച്ചേർന്നൊരു പോക്ക്. നീ ആവശ്യമില്ലാത്ത ഏരിയയിലേക്ക് പോവല്ലേ. അവള് നിന്റെ ഫ്രണ്ട് അല്ലേ. ഞാൻ മനുവിന്റെ പുറകിലിരുന്ന് പോവാറുണ്ട്. അതും ഇതൊക്കെ ഒന്നല്ലേടി. ആണും ആണും ഒന്നിച്ചിരുന്ന് പോണ പോലെയാണ് ആണും പെണ്ണും പോണത്. അതിനെന്താ? മുട്ടില്ലേ? എന്തോന്ന്? എന്നെ കൊണ്ടൊന്നും പറയരുത് കേട്ടോ. ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ചേർന്നു. അതെപ്പോ? അത് കണ്ട ഉടനെ. ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ട് ഇനി അതിന്റെ പുറകിലിരുന്ന് പോയാ മതി കേട്ടോ. ദാ വരുന്നു. കാശ് കൂടുതലുള്ള വീട്ടിലെ പട്ടിക്ക് മണം പിടിക്കാനുള്ള കഴിവ് കൂടുതലാന്ന് കേട്ട സത്യ. ഞാൻ തിയേറ്ററിൽ പോയി, അവിടെ ആരുമില്ല. മനു എവിടെ? അവൻ ലൊക്കേഷൻ കാണാൻ പോയതാ. ഞാൻ പോവാ. അതെന്ത് പോക്കാ? വാ, നമുക്ക് സംസാരിച്ചിരിക്കാം. വേണ്ട, എന്നെ അപ്പൻ തിരക്കും. നേരം തെറ്റിയാലേ പെൺകുട്ടികളെ കാത്ത് വിഷമിക്കണ ഒരു അപ്പനുണ്ട് എന്റെ വീട്ടില്. നിങ്ങൾ ഉണ്ടാകും സംസാരിച്ചോ. ഇതെന്താടാ നിന്റെ നായിക ഇങ്ങനെ? ആ, അതങ്ങനെയാ. നമ്മൾ ഒന്നിച്ച് വണ്ടി പോണ കണ്ടപ്പോ തുടങ്ങിയതാ. അതിനെന്താ, നാട്ടിൽ സുനാമി വന്നോ? ഇവരുടെ ഒക്കെ ഒരു കാര്യേ. ആണും പെണ്ണും ഒന്ന് മിണ്ടിയാ കുറ്റം, ഒന്നിച്ച് യാത്ര ചെയ്താ കുറ്റം. ബാംഗ്ലൂരിൽ ജനിച്ചു പറഞ്ഞ മധുരമിക്ക് അതൊക്കെ ഒരു കുറ്റമായിട്ട് തോന്നും. വില്ലേജിന് അതിൻ്റെതായ ശീലങ്ങളുണ്ട്. പെട്ടെന്ന് അതൊക്കെ മാറുമ്പോൾ അവർ റിയാക്ട് ചെയ്യും. നീയും കണക്കാ. അതെ, നിനക്ക് അവളുടെ മനസ്സ് കാണാൻ പറ്റാത്തോണ്ടാ. നിന്റെ തലവിധി. നിനക്കൊക്കെ അങ്ങനെ തന്നെ വേണം. ബൈ.
മനുഷ്യന്റെ സമയം കളയാൻ വേണ്ടിട്ട് സമാധാനം ഒന്നുമില്ല. ഇതൊക്കെ കൂടെ കത്തിച്ച് ചാമ്പലാക്കി കളയേണ്ടി വരും. മണ്ണാം കട്ട. നശിച്ചൊരു വീട്. ഒരു സാധനം വെച്ചോടുത്ത് കാണില്ല. എന്താ കാണാത്തത്? ചീർപ്പ്. ഞാനതവിടെ വെച്ചതാ, അറിയോ? കണ്ണുപൊട്ടൻ എന്തിനാ ചീപ്പ്? നീ കാലത്ത് ചെയ്യുവാനെടുത്തതല്ലേ? നല്ലോണം നോക്ക്, നിന്റെ തലേ തന്നെ ഉണ്ടാവും. ഹോ, കണ്ണുപൊട്ടന്മാർക്ക് ഒരു കണ്ണ് കാണുന്ന കാലാണല്ലോ ഇത്. നിനക്കിത് എന്ത് പറ്റി? അപ്പ എന്നെ കൊണ്ടൊന്നും പറിക്കല്ലോ. താനിതിപ്പോ വന്നു? അത് വായിച്ചോ? വായിച്ചിട്ടെന്ന് തോന്നി? നിന്റെ അന്നക്കുട്ടി ഭാഗ്യവതിയാ. എത്ര ഭംഗിയായിട്ടാ നീ പ്രണയം എഴുതി വെച്ചിരിക്കുന്നെ. നീ ഇത്രയ്ക്ക് റൊമാൻറ്റിക് ആണോ? അതെന്റെ കഥാപാത്രമല്ലേ, അയാൾക്ക് അല്പം റൊമാൻറ്റിക് ആവാലോ. തികച്ചും യാദൃശ്ചികമായിരുന്നു നമ്മുടെ കണ്ടുമുട്ടൽ, അല്ലേ? അതെ. ഒരുപാട് വൈകിയോ നമ്മൾ പരസ്പരം തിരിച്ചറിയാൻ? ചില കൂടിച്ചേരലുകൾക്ക് ദൈവമായിട്ടൊരു സമയവും സന്ദർഭവും ഉണ്ടാക്കി തരും. ഒരു പക്ഷേ നമ്മൾ ഇനി കണ്ടില്ലെങ്കിലോ? ഞാൻ നിന്നെ തേടി വരുമായിരുന്നു. നമ്മൾക്കിടയിൽ ചില തടസ്സങ്ങളുണ്ട്. എന്ത് തടസ്സമുണ്ടായാലും നമുക്കൊന്നായേ പറ്റൂ. നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ഓർക്കാനേ വയ്യ. തിയേറ്റർ എന്നുള്ള വരവായിരിക്കും. അവൻ എഴുതാനും സമ്മതിക്കൂലല്ലേ? അതിനൊരാൾ അവിടെ തന്നെ ഉണ്ടല്ലോ. അവിടെ കൂട്ടിരിക്കാതെ തിരക്കഥാർത്ഥത്തിന് സൃഷ്ടി നടത്താൻ പറ്റില്ലല്ലോ. നീ എന്താടി പറയണ വട്ടായ? ആവും നിനക്ക്. അപ്പം പറയാറുണ്ട്, ഈ എഴുത്തുകാർക്ക് കഞ്ചാവും കള്ളും പെണ്ണും ഒക്കെ ഒരു വീക്ക്നെസ് ആണ്. സ്വന്തം കൂട്ടുകാരൻ തന്നെ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് അനാവശ്യം, അവർക്കതാവാല്ലേ? ഞാനൊരു കണ്ണുമുട്ടിന്റെ മോളല്ലേ. എന്നെ ചേച്ചാൽ ആര് ചോദിക്കാനാ? പക്ഷേ ചതിക്കപ്പെടുന്നത് ഞാൻ മാത്രമല്ല. താനെന്താ ഒന്നും പറയാത്തത്? ഇഷ്ടമാണെങ്കിൽ അത് തുറന്നു പറയണം. ചങ്കൂറ്റവും വാശിയും ഒക്കെ എനിക്ക് ആദ്യം കണ്ടപ്പോൾ തന്നെ ബോധ്യപ്പെട്ടതാ. അന്നു മുതൽ ഇഷ്ടവും തുടങ്ങിയോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എപ്പോഴോ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു ഞാൻ. ഇയാൾക്കെന്ത് പറയാണ്ടെന്ന് പറഞ്ഞു? സാറൊന്നും വിചാരിക്കരുത്. ഒരു സിഗരറ്റ് എനിക്ക് തരുമോ? ശീലമുണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ തുടങ്ങണ്ട, നിർത്താൻ പാടാ. സർ പ്ലീസ്, ഒരൊറ്റ സിഗരറ്റ്.
ചുമ്മാവശ്യമില്ലാത്ത എന്താ ഇയാളുടെ പ്രോബ്ലം? സാർ, സാറിന് എലൈറ്റ് വാസുദേവൻ സാറിന്റെ മോളെ അറിയില്ലേ? അറിയാം. എനിക്കവളെ ഇഷ്ടമാ. അതും എനിക്കറിയാം. ഇപ്പൊ ഒരുത്തൻ പാരയായിട്ട് വന്നിരിക്കുക. ആര്? ആന്റണി. ഇതൊക്കെ ഇയാളുടെ വെറും തോന്നലടൂ. ഇക്കാലത്ത് ഒരു ആണും പെണ്ണും തമ്മിൽ സംസാരിച്ചു അടുത്തിടപഴകി എന്നൊക്കെ പറഞ്ഞാൽ അതൊരു റോങ് റിലേഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇയാൾ ഈ നൂറ്റാണ്ടിലൊന്നുമല്ല ജീവിക്കണത്. അതല്ല സർ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ അവർ രണ്ടുപേരും ആ തിയേറ്ററിൽ നിന്ന് സംസാരിക്കുന്നത്. അത് മുഴുവൻ കേട്ടിട്ട് ഭ്രാന്ത് പിടിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നത്. ഇയാളും ആന്റണിയും തമ്മിൽ കുറെ വർഷമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലേ? ആ അതെ. ഇന്നലെ വന്നു കയറിയ ഒരു പെണ്ണിന് വേണ്ടി ആ ഫ്രണ്ട്ഷിപ്പ് നശിപ്പിക്കണോ? ഇയാളിപ്പോ സിനിമയെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ബാക്കിയൊക്കെ നമുക്ക് വരുന്നോർത്ത് വെച്ച് കാണാം. വാ, വന്നോണ്ടി കയറി. മണി 10 അച്ഛനോടെ 10 മണിക്ക് എത്തുമെന്ന് പറഞ്ഞു പോയതാ. ഇപ്പൊ സെല്ലാണെങ്കിൽ ഔട്ട് ഓഫ് റേഞ്ച്. നോക്കിട്ട് വരാം. ആ മോളെ, ഇതാ അച്ഛനാ. അച്ഛന്റെ ഫോണിലെ ചാർജ് ചെയ്യുന്നു മോളെ. അച്ഛൻ വരാൻ അല്പം വൈകും കേട്ടോ. തൽക്കാലം നമ്മുടെ അന്നയോടൊന്ന് അവിടെ വന്ന് നിൽക്കാൻ പറയും. ആന്റണി ഇവിടെയുണ്ട്. നമ്മുടെ ആന്റണിയോ? മോളെ അവനാ ഫോണൊന്ന് കൊടുത്തേ. ആന്റണി ഫോൺ. ഹലോ ഹലോ ആന്റണി, ഇത് ഞാനാ. ആന്റണിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ കുറച്ച് സമയം അവിടെ നിൽക്കണേ. ആ കുഴപ്പമില്ല സാർ. ഓക്കെ ഓക്കെ. ശരി സാർ, ശരി. ദാ ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ സ്ഥലത്തില്ലായിരുന്നോ? ഇല്ല, നമ്മുടെ പ്രൊഡ്യൂസറുടെ കൂടെ പോയതാ. വാ, അകത്തേക്കിരിക്കാം. അച്ഛൻ ഇന്നലെ മംഗലാപുരത്ത് പോയിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. ആന്റണി ആയിരുന്നു കൂട്ട്. കേറി വാടോ. ഇന്നലെ രാത്രി ഉറങ്ങാൻ സമ്മതിച്ചില്ല. എന്തൊരു കൂർക്കം വലിയായിരുന്നു. വിളിക്കട്ടെ? വേണ്ട, അവൻ ഉറങ്ങട്ടെ. താൻ ഇരിക്കെ, ഞാൻ ചായ ഇട്ട് തരാം. ഞാൻ കുടിച്ചതാ. മറന്നു, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ഗുഡ് മോർണിംഗ്. വെളുപ്പിനെ ഒന്ന് ഉറങ്ങിയത്. ആ ബംഗ്ലാവിൽ എന്നാ കൊതുകെന്നറിയോ? ഞാനൊരു കാര്യം പറഞ്ഞ് തന്നെ ഞെട്ടിക്കട്ടെ. നിങ്ങളുടെ അമ്പാടി തിയേറ്ററില്ലേ, അവിടെ വീണ്ടും പടം റിലീസ് ചെയ്യാൻ പോകുന്നു. അതൊന്നും ഇനി നടക്കില്ല സർ. ആ ആഗ്രഹങ്ങളൊക്കെ ഞാൻ എന്നേ ഉപേക്ഷിച്ചു. ഞാൻ കാര്യമായിട്ട് പറഞ്ഞോളൂ, കുറച്ച് കാശൊക്കെ ഞാൻ മുടക്കി സഹായിക്കാം. നിങ്ങൾ കുറെ കാശൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ചായിട്ട് തിരിച്ചു തന്നാൽ മതി. സാറ് സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? ആ, താങ്ക് യു സർ.
എന്നാലും അവന്റെ തിയേറ്റർ കാണാൻ തോന്നിയല്ലോ. ഞാൻ കരുതി ഇതിനും കൂടെ വാശി പിടിച്ച് എന്നെ കൂടെ വിടത്തില്ലാന്ന്. തിയേറ്റർ ആരുടെ കാലെന്താ? നമ്മൾ ടിക്കറ്റ് എടുത്തല്ലേ കാണുന്നത്? മകന്റെ തിയേറ്ററില് അച്ഛനും അമ്മയും ടിക്കറ്റ് എടുത്ത് കാണുമോ? ഞാനില്ല. എന്നാ നീ ഇവിടെ നിന്നോ, ഞാൻ പോവാ. മനു എവിടെ? ആ, രണ്ടാളും രാവിലെ മുങ്ങിയതാ. എന്തായാലും ഷോയ്ക്ക് മുമ്പ് എത്തും. തുടങ്ങാറായില്ലേ? അല്ലേ രാഘവട്ടാ, മനു വരാതെ എന്ന് പറഞ്ഞാൽ ആളുകൾ ബഹളം വെക്കില്ലേ? കൃത്യസമയത്ത് ഷോ തുടങ്ങണം. ആണോ? എന്നാ പിന്നെ തുടങ്ങാല്ലേ? പിന്നെന്താ? ഭഗവാനെ കാത്തോളണേ. എന്താ അവിടെ ഒരു ബഹളം? അല്ല സ്തപ്പാനെ, എന്തൊക്കെയായി കേട്ടുന്നത്? എന്താ താൻ കേട്ടത്? നിന്റെ ചെക്കന അമ്പാടിന്റെ കുട്ടീനെ കൊന്നെന്നോ കൊന്നു കെട്ടി തൂക്കിയെന്നോ? അല്ല, അതങ്ങനെ വരൂ. സ്വഭാവം മോശമായതുകൊണ്ടാണല്ലോ നീ അവനെ ഇറക്കി വിട്ടത്. ഇറക്കി വിട്ടത് നേരാ, പക്ഷെ അവനത് ചെയ്യൂല. എസ്തപ്പാന്റെ മോനത് പറ്റൂല. നിന്റെ മോൻ എന്തിനും ഒളിവിൽ പോയി അത് പറ. അതന്നെ, ആ കൂടെ നടന്ന് പണം അടിച്ചു മാറ്റി കൊന്ന് കെട്ടി തൂക്കി. മറ്റത്തെ വർത്താനം പറഞ്ഞാണ്ടല്ല നാക്കേറിഞ്ഞെടുക്കും. ഏത് കട എന്റെ മകനെ കൊലവർത്തി കേട്ടത് പറയടാ. ഇനി ഇതുമാതിരി വേണ്ടാത്ത വർത്താനങ്ങൾ പറഞ്ഞാല് അരിഞ്ഞവന്റെ ഒക്കെ തല. എന്തേ ആന്റണി എവിടെ? അവൻ എവിടെ? ചോദിച്ച കേട്ടില്ലേ?
എന്റെ മോനെ തിരക്കാൻ താൻ ആരാടോ? അന്ന് രാത്രി എസ്തപ്പാൻ ആന്റണിയെ തിയേറ്ററിൽ നിന്ന് വിളിച്ചോണ്ടുപോയത് എന്തിനായിരുന്നു? അവന്റെ അമ്മച്ചിക്ക് സുഖമില്ല എന്ന് പറഞ്ഞേ. അതെന്തിനാ അങ്ങനെ ഒരു കളവ് പറഞ്ഞത്? പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ പറയിപ്പിക്കും. വീട്ടിലെത്തിയ ആന്റണിയും കൂട്ടി നിങ്ങൾ എവിടേക്കാണ് പോയത്? പ്രൊഡ്യൂസർ മഹാദേവനെ കാണാൻ. എന്തിന്? ആന്റണിയുടെ കഥ മഹാദേവന് കൊടുക്കാൻ. മഹാദേവൻ നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപ തന്നു? ആന്റണിയും മനുവും കുട്ടിയുടെ ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? അവരെടുക്കാൻ പോകുന്ന ഒരു പടത്തിന്റെ ഡിസ്കഷനിൽ ഇവൾ പങ്കെടുത്തിരുന്നു. അല്ലാതെ അവരിൽ ആരുമായിട്ടാണ് കുട്ടിക്ക് എഫ്ഐആർ ഉണ്ടായിരുന്നത്? ആന്റണിയുമായിട്ടാണോ? പറയൂ. മനുവിനോട്. ആന്റണിയുമായിട്ടല്ലേ കൂടുതൽ അടുപ്പം? ഇത് മനുവിന്റെ പേഴ്സണൽ ഡയറിയാണ്. ഇതിൽ നിങ്ങൾ രണ്ടുപേരെയും ചേർത്ത് ഒരുപാട് കാര്യങ്ങൾ മനു എഴുതിയിട്ടുണ്ട്. ഒരു രാത്രി കുട്ടി ആന്റണിയോടൊപ്പം ബംഗ്ലാവിൽ താമസിച്ചിട്ടില്ലേ? അത് ഞാനന്ന് വരാൻ താമസിച്ചപ്പോ ഞാൻ തന്നെ പറഞ്ഞിട്ടാണ് അവൻ അന്ന് അവിടെ. ഓക്കെ. ആന്റണിയെ കൊല്ലാൻ മനു തീരുമാനിച്ചിരുന്നു. ഡയറിയിൽ എഴുതിയത് ഞാൻ വായിച്ചുതരാം. ഇന്ന് ഞാൻ ഉറപ്പിച്ചു, ഇനി എന്നെ വഞ്ചിച്ചിട്ട് അവൻ ജീവിക്കണ്ട. അവനെ കൊല്ലാൻ വേണ്ടി ഞാനൊരു കത്തി വാങ്ങി. ഞാൻ അതിന്റെ മൂർച്ച നോക്കി. ഉറപ്പായിട്ടും അവനെ എനിക്ക് കൊല്ലണം. യെസ്, കമിൻ. മഹാദേവൻ ഇരിക്കൂ. താങ്ക് യു. ഹലോ. ഇദ്ദേഹത്തെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലേ? മിസ്റ്റർ മഹാദേവൻ, ആന്റണിയുടെ അപ്പൻ എത്ര പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു? 2 ലക്ഷം. ആ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു. അവന്റെ അപ്പം എന്ന് പറഞ്ഞപ്പോ ഫീൽഡിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ ആരെ കൊണ്ടെങ്കിലും ആ പടം ഡയറക്റ്റ് ചെയ്യിക്കാമെന്ന് ഞാൻ കരുതി. സർ, ഫോറൻസിക് റിപ്പോർട്ട്. താങ്ക് യു. തിയേറ്ററിൽ നിന്ന് കിട്ടിയ കത്തിയിൽ മനുവിന്റെയും ആന്റണിയുടെയും വിരലടയാളങ്ങളുണ്ട്. നൗ ദ പിക്ചർ ഇസ് ക്ലിയർ. തിയേറ്ററിൽ വെച്ച് രണ്ടുപേരും മധുരിമയുടെ പേരിൽ വഴക്കിട്ടിരുന്നു. മനു ആന്റണിയെ കൊല്ലാനായി ശ്രമിക്കുന്നു. പക്ഷേ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയുള്ള ആന്റണിയുടെ ശ്രമത്തിനിടയിൽ പറ്റിയ ഒരു കയ്യബദ്ധമായിരിക്കാം. പക്ഷേ ആ സ്ക്രിപ്റ്റ് പോയ വഴി, അപ്പനും മകനും പണത്തിന് വേണ്ടി ഒന്നിച്ചതുമൊക്കെ ആന്റണിയുടെ ഉള്ളിൽ ഒരു വില്ലനുണ്ടെന്ന് ഉറപ്പിക്കാം. അത് എങ്ങനെയെന്നുള്ളത് ഞാൻ പൊളിക്കും. അവൻ എവിടെ പോയി ഒളിച്ചാലും ഞങ്ങൾ അവനെ പൊക്കുകയും ചെയ്യും. നമ്മളതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തരുടെ ഓരോ നോക്കിയേ. അതാരാ? ആരാത്? ഓടി പിടിക്കാതെ പിടിക്കേ. മുങ്ങി നടക്കുകയാണില്ലേ? ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ഒന്നിച്ച് നടന്നു പറഞ്ഞാണോ നിങ്ങള്? നിങ്ങൾ രണ്ടാളും വലിയ സിനിമക്കാരാവാൻ ഞാൻ ആരോടൊക്കെ കടമ അടിച്ച് ഇതൊന്ന് കുണം പിടിക്കൂലടാ. സ്വന്തം സുഹൃത്തിനെ കൊണ്ടാ നീയൊക്കെ അനുഭവിക്കടാ, അനുഭവിക്കൂ. ഇന്നത്തോടെ നിന്റെ ഒളിച്ചുകളി ഞങ്ങൾ അവസാനിപ്പിക്കോടാ. പോയി. ഹലോ. ഓക്കെ, ശരി.
ഒരു നസ്രാണി ഹിന്ദു ആശ്രമത്തിൽ കയറി ഒളിച്ചിരുന്ന നമ്മളാരും ഇവനെ കണ്ടുപിടിക്കില്ലെന്ന് കരുതി അല്ലടാ. സ്വന്തം സുഹൃത്തിനോട് ഈ പണി ചെയ്തല്ലോടാ പരമനാളി. സാറേ, ഇവൻ രക്ഷപ്പെടാൻ പാടില്ല. എന്നെക്കാൾ ഇവനെ സ്നേഹിച്ച എന്റെ മകനെ അവൻ കൊന്നത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടും. അതാരായാലും ഇവനെ വണ്ടിക്കേറ്റ്. എന്നെ എൻ്റെ മോളെയും ഒരുപാട് മോഹിപ്പിച്ചു. ദൈവം കൊണ്ടുവന്നാണെന്നാ കരുതിയത്. ചെറുത്താനാ ചെറുത്താൻ. അവനെപ്പോ കണ്ടാലും അവന് നിന്നെ കുറിച്ച് പറയാൻ നേരമുണ്ടായിരുന്നുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സത്യത്തിൽ നീ എന്താ ചെയ്തത്? ഒരായുസ് മുഴുവൻ കഷ്ടപ്പെട്ട് എന്തൊക്കെ നേടിയാലും അവനെ പോലൊരു സുഹൃത്ത്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞാൻ സാറിനൊന്ന് കാണാമെന്ന. വരൂ. ആക്ച്വലി തിയേറ്ററിൽ ആ സ്ക്രിപ്റ്റ് കാണാതിരുന്നതാ അന്വേഷണത്തിന്റെ ഗതി മാറ്റിയതും ഇത്രയും പെട്ടെന്ന് കാര്യങ്ങൾ അവസാനിച്ചതും. എനിവേ, താങ്ക് യു മിസ്റ്റർ റഹ്മാൻ. ആന്റണിയെ പിടികൂടാൻ നിങ്ങളൊക്കെ ഞങ്ങളെ സഹായിച്ചു. അല്ല, അവനെന്നാ കോടതിയിൽ ഹാജരാക്കണത്? അതിന് ചില പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അത് ശരിയായാൽ നടപടി ഉണ്ടാവും. ആ, പിന്നെ വന്ന കാര്യം പറയാൻ മറന്നു. എൻ്റെ കല്യാണമാണ്. ഓ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. എൻ്റെ വുഡ്ബിയുടെ ഫാമിലി ഖത്തറിലാ. അവർക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം. അതുകൊണ്ട് എല്ലാം ഇടാപിടിയുന്നായിരുന്നു. സാറിന് എന്തായാലും ഞാൻ പ്രതീക്ഷിക്കും. ഗുഡ് ലക്ക്. ഓക്കെ, താങ്ക് യു.
ബുദ്ധിമുട്ടിക്കുന്നതിൽ ക്ഷമിക്കണം. ഒരു കേസിന്റെ നിർണായകമായ തെളിവെടുപ്പാണിന്ന്. റഹ്മാനെ നീ വന്നേ. ഒരു ഫംഗ്ഷൻ നടക്കുമ്പോഴാണ് തന്റെ ഒരു കേസന്വേഷണം. സംസാരം വേണ്ട. ആന്റണി മനുവിനെ കൊന്നുവെന്ന് മാത്രമേ എല്ലാവർക്കും അറിയൂ. അതെങ്ങനെയെന്ന് അറിയില്ല. ആന്റണി തന്നെ പറയട്ടെ. പറയൂ, അന്ന് രാത്രി തിയേറ്ററിൽ എന്താണ് സംഭവിച്ചത്? മനു, പടത്തിന്റെ സ്ക്രിപ്റ്റ് പൂർത്തിയായി. ഇനി നിനക്കെന്നെ കൊല്ലാം. ഞാൻ നിന്റെ ഡയറി വായിച്ചിരുന്നു. ഞാനും മധുരമയും പ്രണയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. നിന്റെ പ്രണയത്തെക്കുറിച്ച്. എടാ, ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ്. നിനക്കൊന്ന് ചോദിക്കാനോ തിരുത്താനോ തോന്നിയില്ലല്ലോ. അവള് നിന്റേതാണ്, നിന്റേത് മാത്രം. നിങ്ങൾക്ക് വേണ്ടി എന്റെ ജീവൻ കളയാൻ പോലും ഞാൻ ഒരുക്കാം. എനിക്ക് വലുത് എന്റെ ചങ്ങാതിയാ. നിനക്ക് വേണ്ടി എന്റെ വീട് വരെ വിട്ടിറങ്ങിയവനാ ഞാൻ. എന്നിട്ടും അതില് കുറച്ച് കറക്ഷൻസ് ഉണ്ട്. അമ്മച്ചിക്ക് തീരെ സുഖമില്ല. നിന്നൊന്ന് കാണണമെന്ന് പറഞ്ഞ്. നീ വരുമോ? മനു, ഞാൻ പോയിട്ട് വരാടാ. ഞാനും വരാം. വേണ്ട, തങ്ങളും ശശാങ്കനും ഇപ്പൊ സാധനങ്ങളുമായിട്ട് എത്തും. ഞാൻ രാവിലെ ഷോക്ക് മുമ്പ് തന്നെ എത്താം. സ്ക്രിപ്റ്റ് ഞാനിപ്പോൾ കൊണ്ടുപോവാം. കറക്ഷൻസ് ഉണ്ട്, നാളെ കൊണ്ടുവരാം. ശരി. സോറി. പോടാ. അല്ല, നമ്മളെന്താ ഇവിടെ? പറയാം. ഹലോ, മഹാദേവൻ സാറ് നിന്നൊന്ന് കാണണമെന്ന് പറഞ്ഞേ. സാറ് നിന്റെ പടം ചെയ്യും. അന്ന് മനുവിനോട് സംസാരിക്കുമ്പോ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. നൗ ഇറ്റ്സ് ഓക്കെ. സോറി സാർ, ഞങ്ങൾ ഈ സിനിമ വേറെ ചെയ്യാണ്. അതൊന്നും നടക്കൂല. നീ സാറ് പറഞ്ഞ പോലെ കേട്ടാ മതി. ഇതിലെ കയ്യക്ഷരം മാത്രമേ എൻ്റേതുള്ളൂ. എന്നെ കൊണ്ട് ചിന്തിപ്പിച്ചതും കാവലിരുന്ന് എഴുതിപ്പിച്ചതും ഒക്കെ അവനാ. അവൻ അറിയാതെ ഒരു നേട്ടം എനിക്ക് വേണ്ട സാർ. ആന്റണി, ആക്ച്വലി എനിക്കിൽ യാതൊരു ദുരുദ്ദേശവും ഇല്ല. ആന്റണിയുടെ അപ്പച്ചൻ വന്ന് പറഞ്ഞു, ആസ് എ പ്രൊഡ്യൂസർ ഞാൻ സമ്മതിച്ചു. റഹ്മാൻ ഈ സിനിമ ചെയ്യുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നിന്റെ അപ്പം വാങ്ങിയ 2 ലക്ഷം രൂപ തിരിച്ചു തരണം. മോനെ, വീടിന്റെ ജപ്തി ഒഴിവാക്കാൻ പണം തന്ന് സഹായിച്ചത് ഈ സാറാണ്. അതില്ലായിരുന്നെങ്കിൽ നിന്റെ അമ്മയും പെങ്ങളും ഞാനും പെരുവടിയിലായന്. നീ ആ കഥ സാറിന് കൊടുക്ക. പണവുമായി ഞാൻ വരും. അതുവരെ ഇതിവിടെ ഇരിക്കട്ടെ. റഹ്മാനോട് കാര്യങ്ങൾ പറഞ്ഞ് മഹാദേവൻ സാറിന്റെ കടം വീട്ടാനുള്ള കാശിനായി ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്നു. ആരാ? റഹ്മാനല്ലേ? ഓരിവിടെ ഇല്ല. മനു, ഇത് ആരുടെ ഫോട്ടോടാ? ഇതാണ് അച്ഛന്റെ പാർട്ണർ ഉസ്മാൻ കോയ. എന്തിനാ കാണാൻ വന്നേ? റഹ്മാൻ ഉസ്മാന്റെ മകനാണെന്നറിഞ്ഞപ്പോ ഞാൻ ശരിക്കും ഞെട്ടി. मुझे वेट करने का टाइम नहीं है. आज फैसला चाहिए, समझा? മിസ്റ്റർ ശർമ്മജി, ടി വിയിലും പത്രത്തിലൊക്കെ നിങ്ങൾ കണ്ടതല്ലേ? പിന്നെ കേരളത്തിൽ കസ്റ്റംസ് പിടിച്ച സ്വർണത്തില് എൻ്റെ ഉണ്ട്. അതൊക്കെ ശരിയായിരിക്കാം. ഇത്തവണ മംഗലാപുരത്ത് എത്തിക്കാന്ന് പറഞ്ഞിട്ട് റഹ്മാൻ അതും തെറ്റിച്ചു. ये आदमी झूठ बोल रहा है. जो माल पुलिस पकड़ा वो इसका नहीं है. ये मुझसे नहीं चलेगा. जी रहमान सच कहते हैं, लेकिन पुलिस पकड़ने वाला इसका बिनामी है.
है ना? मुझे पैसा और सोना चाहिए, नहीं तो शर्मा जी आपको मालूम है ना? നിനക്കറിയാലോ അവനൊരു ഇന്റർനാഷണൽ റോമിംഗാ. പിന്നെ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലേ? പിന്നെ കേരളത്തിൽ വന്നിട്ട് അവൻ നമുക്കിട്ട് കുറെ ഉണ്ടാക്കും. അതെ, ഭീഷണി ഒന്നും നമ്മുടെ അടുത്ത് വേണ്ടെന്ന് പറഞ്ഞേക്ക്. ഏതായാലും എൻ്റെ അടുത്ത് ഒരാഴ്ച കൂടി വെയിറ്റ് ചെയ്യാൻ പറ. അനുഭവിച്ചോ? സർ, എന്തേ? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ അമ്പാടി തിയേറ്ററിൽ തൂങ്ങി മരിച്ച... അതെ, ഉസ്മാന്റെ മകൻ. ഞങ്ങളോട് എന്തിനാ അത് മറച്ചു വെച്ചത്? അല്ല, നിനക്കിപ്പോ എന്താ വേണ്ടത്? എന്താടാ? എന്തിനു വേണ്ടിയാ നിങ്ങളിത് ഞങ്ങളോട്? നിന്നല്ല, അവനെ. ഓ, നീ ഇപ്പൊ അതും ചോദിച്ചുകൊണ്ട് വന്നായിരിക്കും. ആ രാത്രിയും പിന്നൊരു പകലും ഞാൻ അവിടെ തന്നെ ഇരുന്നു. രക്ഷപ്പെടാൻ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല. ആന്റണി, ഇരിക്കൂ. സാർ, എനിക്ക് കുറച്ച് വെള്ളം വേണം. സാർ, മനുവിനെ രക്ഷിക്കണം സാർ. എത്രയും പെട്ടെന്ന് നമുക്ക് തിയേറ്ററിലേക്ക് പോകണം. എന്നെ സഹായിക്കണം പ്ലീസ്. കോൺസ്റ്റബിൾ, ആന്റണിക്ക് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചോണ്ട് വരൂ. എനിക്കൊന്നും വേണ്ട. അവനെ കൊല്ലും സാർ. സോറി ആന്റണി, നീ ഭയന്നത് ഇന്നലെ രാത്രി നടന്നു. മനു കൊല്ലപ്പെട്ടു. ആന്റണി, റിലാക്സ്, റിലാക്സ്, റിലാക്സ്. ആന്റണിയെ പുറത്തുവിട്ടാൽ അവന്റെ ജീവൻ അപകടത്തിലാകുമെന്ന് ഞാൻ മനസ്സിലാക്കി. മാത്രവുമല്ല, യഥാർത്ഥ പ്രതിയെ കണ്ടെത്തണമെങ്കിൽ ആന്റണിയെ മാറ്റി നിർത്തുന്നതാണ് നല്ലതെന്ന് തോന്നി. പക്ഷേ പുറത്തിറങ്ങരുതെന്ന എന്റെ വിലക്ക് ലംഘിച്ചുവൻ. അന്നാണ് മനുവിന്റെ കുഴിമാടത്തിനരികെ വെച്ച് ആന്റണിയെ നിങ്ങൾ കണ്ടത്. പിന്നീട് ആന്റണിയെ ഞാൻ സിദ്ധാശ്രമത്തിലെത്തിച്ചു. അവിടെ ആവുമ്പോ പെട്ടെന്നാരും തിരിച്ചറിയില്ലല്ലോ. പക്ഷേ ഇവന്റെ ആളുകൾ കണ്ട് വിവരം ഇദ്ദേഹത്തെ അറിയിച്ചു. മിസ്റ്റർ റഹ്മാൻ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ മധുരിമയുടെ ഫ്രണ്ട് അവളെ ഫോൺ വിളിച്ച് അറിയിച്ചിരുന്നു. ആന്റണിയെ കൂടെ കൊന്നാൽ എല്ലാ തെളിവുകളും നശിപ്പിക്കാമെന്ന് കരുതി. റഹ്മാൻ അവിടെ എത്തുമ്പോഴേക്കും മധുരിമയും അന്നയെയും കണ്ട റഹ്മാൻ മറ്റൊരു നാടകം കളിച്ചു. ബാക്കി നീ തന്നെ പറയണം. എങ്ങനെയാണ് നീ മനുവിനെ കൊന്നത്? പറ. സാറിനോടൊരു കാര്യം പറയാൻ വേണ്ടി ഫോണിൽ ഞാൻ വിളിച്ചിരുന്നു. ഇന്നെന്റെ ഫോൺ സ്വിച്ച് ഓഫാ. സാറ് പറഞ്ഞതാ ശരി. എല്ലാം എൻ്റെ വെറും തോന്നലായിരുന്നു. ഞാനവനെ
അവൻ എന്നെ തിരുത്തിയില്ലായിരുന്നെങ്കിൽ അപ്പൊ നാളത്തെ ഉദ്ഘാടനം ഗംഭീരമായിരിക്കും അല്ലേ? അതെ. അത് നീ മാത്രം അങ്ങ് തീരുമാനിച്ച പോരല്ലോ, അമ്പാടി രാഘവന്റെ പുന്നാര മോൻ. നീ ഉസ്മാൻ കോയ എന്ന് കേട്ടിട്ടുണ്ടോ? ആ മനുഷ്യന് നിന്റെ തന്തല്ലടാ കൊന്ന് കെട്ടി തൂക്കിയത്. എന്താ ഈ പറഞ്ഞേ? കൊന്ന് കെട്ടി തൂക്കിന്നോ? പിന്നെങ്ങനെ? രണ്ടാളുടെ പേരിലുണ്ടായിരുന്ന തിയേറ്റർ നിന്റെ തന്തയുടെ പേരിൽ മാത്രമായി. റഹ്മാൻ തികച്ചു വിളിയടാ, ഉസ്മാൻ കോയുടെ മകൻ റഹ്മാൻ അങ്ങനെ വിളിയടാ. അധ്വാനിച്ചുണ്ടാക്കിയത് മുഴുവനും ചേർത്ത് പിടിച്ച ഞാൻ നിങ്ങളെ തെരഞ്ഞു പിടിച്ചു വന്നത്. നിന്റെ ബാപ്പാടെ രക്തം വേണം മണ്ണ് തിരിച്ചു പിടിക്കാൻ. നിന്റെ തന്തയ്ക്ക് എൻ്റെ ബാപ്പാടെ തിയേറ്റർ വേണം. ആ തന്തയുടെ മകന് എൻ്റെ പണം കൊണ്ട് സിനിമ ഉണ്ടാക്കണം. നിങ്ങൾ ഈ കേട്ടതൊക്കെ തെറ്റാ. അത് നിന്റെ തന്തപ്പടി നാട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. അത് നീ എനിക്കിട്ടുണ്ടാക്കല്ലേ. നാളെ നിന്റെ ഫാദർ സാറ് വരും, മകൻ പുതുക്കി പണിത തിയേറ്റർ കാണാൻ. അപ്പോ ആ സാറ് കാണാൻ പോണത് എന്താണെന്ന് അറിയാമോ? ഈ സാറിന്റെ ശവം ദോ അവിടെ. അവിടെ തന്നെ ഞാനത് കെട്ടിത്തൂക്കും. എന്റെ വാപ്പച്ചി തൂങ്ങിയ അതേ സ്ഥലത്ത്. ഞാനാ കൊന്നത്, എന്നിട്ട് കെട്ടി തൂക്കി. 30 വർഷം മുമ്പ് എന്റെ ബാപ്പാനെ കൊന്ന് കെട്ടി തൂക്കിയില്ലേ ഇയാള്? അന്ന് ഞങ്ങൾ അനുഭവിച്ച വേദന ഇന്ന് ഇയാളും അറിയണം. അതിനെ ഞാൻ മനുവിനെ കൊന്നത്. ഞാൻ നിരപരാധിയാ. നിരപരാധിയോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇത്ര നാളും ഞങ്ങൾ എവിടെയാണെന്ന് നിങ്ങൾ അന്വേഷിച്ചില്ല? ശരിയാണ്, അന്ന് ഞാൻ അന്വേഷിക്കാഞ്ഞത് തെറ്റ് തന്നെയാണ്. പക്ഷേ ഞാൻ എൻ്റെ ഉസ്മാനെ കൊന്നു മാത്രം പറയരുത്. അഭിമാനിയായിരുന്നു നിന്റെ ബാപ്പ. കടം വന്നതോ ജപ്തി വന്നതോ ഒന്നും എന്നെ അറിയിച്ചിട്ടില്ല. തിയേറ്ററിൽ ഷെയർ ഉള്ളത് തറവാട്ടിൽ അറിഞ്ഞെന്നും അതെന്തൊക്കെയോ പ്രശ്നങ്ങളായെന്നും മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതിനു മുമ്പ് തന്നെ എൻ്റെ പക്കൽ നിന്നും മുടക്കിയ തുക പലപ്പോഴേ വാങ്ങിയിട്ടുമുണ്ട്. അവസാനം വീട്ടുകാരെയും എന്നെയും മരണം കൊണ്ടവൻ തോപ്പിച്ചു കളഞ്ഞു. ഓഫീസേഴ്സ്, ടേക്ക് ഹിം. സോറി കുട്ടി, ഒരു ക്രിമിനലിന്റെ കൂടെ ഒരായുസ് മുഴുവൻ കഴിയേണ്ടി വന്നില്ലല്ലോ എന്നോർത്ത് സമാധാനം. ക്ഷമിക്കണം മോനെ. അപ്പാ, ആന്റണി, ഞങ്ങളോട് ക്ഷമിക്കണം. രാഘവ, ബുദ്ധിമോശം കൊണ്ട് ഞാനത് വിറ്റു. മക്കളുടെ മനസ്സാണ് ഇതിനുള്ളിലെന്ന് വായിച്ചപ്പോൾ മനസ്സിലായി. ഇതവനോടുക്ക് അവരുടെ സ്വപ്നങ്ങളാണ് അതിൽ. വേണ്ട, മനുവില്ലാത്ത ഒരു സ്വപ്നവും എനിക്ക് വേണ്ട.
കടലിന്റെ മക്കൾക്ക് കടലേ വിധിച്ചിട്ടുള്ളൂ. ആര് പറഞ്ഞു കടലിന്റെ മക്കൾക്ക് സിനിമ പറ്റില്ലെന്ന്? എന്റെ മകന്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ നീ ഈ സ്ക്രിപ്റ്റ് മഹാദേവന് കൊടുക്കണം. മനുവിന്റെ അവസാനത്തെ ആഗ്രഹമെങ്കിലും നടത്തി കൊടുക്കണം. ഈ സിനിമ നടക്കണം. മോൻ രാഘവേട്ടൻ പറയണ കേൾക്കണം. ഇവൻ എന്റെ മകനല്ല, ഞാൻ ഇവന്റെ അപ്പനാ. കഥ മാത്രമല്ല, നിങ്ങളുടെ ആ പ്രസന്റേഷൻ ബ്യൂട്ടിഫുൾ. സത്യത്തിൽ കഥ ഏതാ ജീവിതം ഏതാന്ന് അറിയാതെ ഞങ്ങൾ ഇരുന്നു പോയി. നിങ്ങൾ നിങ്ങളെ തന്നെ കഥാപാത്രങ്ങളാക്കി എന്നതാണ് അല്ലെ കഥയുടെ ഒരു പുതുമ. മധുരിമയും അന്നയും റിയൽ ലൈഫിൽ നിങ്ങളുടെ കാമുകിമാര് തന്നെയാണോ? ഞങ്ങൾക്ക് സിനിമയോട് മാത്രമാണ് സാർ പ്രണയം. അന്ന ആന്റണിയുടെ ഫ്രണ്ടാ, പിന്നെ മധുരിമ അത് ഞങ്ങളുടെ ഒരു ഭാവന മാത്രമാണ്. ഞാനും ഇവരുടെ ഭാവനയിൽ ഒരു കഥാപാത്രമായി മാറി. എനിക്കൊരു മകനാടോ, മകനെ പ്രേമിക്കാൻ പറ്റില്ലല്ലോ. അഡ്വാൻസ് എലൈറ്റ് ഫിലിംസിന്റെ അടുത്ത പടം നിങ്ങൾ ചെയ്യുന്നു. അഡ്വാൻസ് വാങ്ങിച്ചോളൂ. താങ്ക് യു സർ.